എടാ എന്തൊക്കെ എങ്ങനെ തുടങ്ങുന്നത്? നിന്നാ ഹോസ്റ്റ് ചെയ്യില്ലേ? ഈ അവിടെ അങ്ങനൊന്നുമില്ല. ഹോസ്റ്റ് എന്താ ഫസ്റ്റ് എന്താ മാപ്പിന്റെ ഒന്ന് ഐഡിയ വെച്ചോ. എന്റെ ടെൻഷൻ ഇത്രേ ഉള്ളൂ, വായനയെ കുറിച്ച് നമ്മൾ അധികം പറയേണ്ടതുണ്ടോ? തുടങ്ങുന്ന വളരെ പേഴ്സണലി സാധനത്തിൽ. പിന്നെ ഒരു സാധനം എന്താ വെച്ചാല് ഇതിലേക്ക് നോക്കിയുള്ള പരിപാടി പോയിന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ നോക്കിയാൽ മതി. പിന്നെ മാക്സിമം നമ്മളിങ്ങനെ ചോദിക്കുമ്പോ ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെ നടക്കുള്ളൂ. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ചോദ്യമൊക്കെ തരും. അപ്പൊ വരികയാണെങ്കിൽ അത് അപ്പൊ തന്നെ ചോദിക്കുക. അപ്പൊ നമുക്ക് പിന്നെ കാരണം ഇത് എനിക്ക് ഫീൽ ചെയ്ത് ഭയങ്കര വൈഡാ. എനിക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവുന്നില്ല. അല്ല പറഞ്ഞു തുടങ്ങി. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? സീരിയസ്ലി കൊറേ ആയില്ലേ? എത്രയായി നമ്മള്? ചിലപ്പോ ഇത് നല്ല പാടും എന്റെ കയ്യിൽ നിന്ന് തെറിക്കും ഞാൻ. അല്ല അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കണേ. തമ്മിൽ ഇതെന്തായിരിക്കും ക്യാപ്ഷൻ? വായന മരിക്കുന്നു. ഞാൻ പറയാം മറ്റേത് എന്ത് വായന ചേതന. സീരിയസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ചേതന അടിച്ചില്ല. എനിക്കറിയില്ല ചേതന എന്താ. ജീവനാണോ ചേതന? എന്താ അബു പറഞ്ഞത് വായന ഒരു ചേതന. പിന്നെന്തേലും വായന എന്ന മതേതരത്വം, മതേതരത്വ ജനാധിപത്യം. അത് ആള് പറയുന്നുണ്ട്. എസ് ഹരീഷ് കഥ പറച്ചിലാണ് ഏറ്റവും വലിയ ജനാധിപത്യം. അതില് കഥാപാത്രങ്ങൾ അവരുടേതായ ഇതില് ഒരു രാജ്യത്തുള്ളതിനെക്കാട്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യം ഓര് പറയുന്ന റൂട്ടിലേക്കാണല്ലോ കഥ അങ്ങനെ പോവാ. അപ്പൊ അതുകൊണ്ട് ഏത് പുസ്തകത്തിൽ അറിയാം, മീശയില് പറയുന്നുണ്ട് എല്ലാം നമുക്ക് ഇങ്ങനെ ആക്കാം. നമ്മള് വായകളല്ല, വായിച്ചാൽ എക്സ്പ്ലനേഷൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ. വായനയെ പറ്റി സംസാരിക്കാൻ അറിയുമ്പോൾ തന്നെ ശരിക്കും കുറേ സാധനങ്ങൾ അതിൽ വരും. അപ്പോൾ എന്താ വായന, എങ്ങനെയാണ് വായന, എന്തൊക്കെയാണ് വായനയായിട്ട് പരിഗണിക്കുക, ഏത് വായന. ഇപ്പം നമ്മളെ മൈൻഡിൽ തന്നെ ഇപ്പം എപ്പിസോഡ് നമ്മളിങ്ങനെ വിഷയം വന്നപ്പം അപ്പോൾ ഓക്കെ വായനയെ പറ്റി എപ്പിസോഡ് വേണം. ഇപ്പം എന്താ എപ്പിസോഡ് ചെയ്യണ്ടേ? ഒരു വലിയൊരു നമുക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമ്മളിങ്ങനെ ഓരോ ജോണറാക്കി തിരിച്ചല്ലോ. അപ്പോൾ ഈ റീഡിങ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസാരിക്കാനുള്ള കുറേ ടോപ്പിക്കുകൾ അതിലുണ്ട്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ മുറിച്ചാണ് നമ്മൾ സെൽഫ് ഹെൽപ്പ് ഒരു ടോപ്പിക്കാക്കി. അങ്ങനെ നമ്മൾ അതിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ച് പീസാക്കിയപ്പോൾ നമ്മൾ അന്ന് ബ്രെയിൻ സ്ട്രോമിങ് സെഷനിൽ അന്ന് ഇല്ലേന്ന്, അന്നാണ് നമ്മൾ കുറേ ഇരുന്ന് ഭയങ്കര ചർച്ച ചെയ്യുന്നത്. അന്ന് ആദ്യം നമുക്ക് ഓക്കെ ലിറ്ററേച്ചറിലൊരു വിഷയമാണ് അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിന് ഇങ്ങനെ സ്ട്രീം ലൈനിൽ ചെയ്തിട്ടാണ് ഓരോ ചെറിയ വിഷയം. അപ്പോൾ ഇപ്പോൾ ബഷീറൊക്കെ ചെയ്ത പോലെ. പക്ഷേ അപ്പോഴാണ് നമുക്കപ്പോൾ മൊത്തത്തിൽ വായനനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണ്ടേ. അതായത് നമ്മുടെ വായനാനുഭവം വളരെ കൂളായിട്ട്. ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഞാൻ ഹോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ധാരണ ഉണ്ടാവും, ഓക്കെ നമ്മൾ ആദ്യം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അത് പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കാട് കയറി അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ പിന്നെ അതിനേശം ഈ വിഷയം എവിടേക്ക് പോവുകയാണെങ്കിലും ഞാൻ അങ്ങനെ അവസാനം അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിടും. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തേക്ക് ഇങ്ങനെ ചാടി ഇതെന്താ എവിടെ എൻ്റെ ചെയ്യാന്ന് പറയാം. ഇപ്പൊ ബഷീറിന്റെ എപ്പിസോഡ് സോർട്ട് ഓഫ് വായന എപ്പിസോഡാണ്. കാരണം നമ്മൾ മൂന്നാൾക്കാർ എന്താണ്, ഞാൻ നമ്മള് ബഷീറിനെ വായിച്ചത് എന്താണ് അവിടെ ഷെയർ ചെയ്താണ്. അപ്പോൾ അതൊരു വായന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ്. ഇന്ന് ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മുടെ ഒരു വായന എന്തായിരുന്നു. ഇപ്പം എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായത്തോളം നമ്മളെല്ലാവരുടെയും വായന പല നിൽക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ബേസിക് ഡിസ്കഷൻ ഇന്നിപ്പോൾ മരുവിന് ശേഷം അവിടെ ഇരുന്നപ്പോഴാണ് ഈ വായന തുടങ്ങിയത് വേറൊരു മൂഡിലാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ഇങ്ങനെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് പീപ്പിളാണ് ഈ വായിക്കുന്ന ആൾക്കാർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ. ഇപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കോളേജ് പഠിക്കുമ്പോഴും അതിന് മുമ്പ് ഹോസ്റ്റൽ പഠിക്കുമ്പോഴൊക്കെ വായിക്കുന്ന ആൾക്കാർ വേറെ എന്നുള്ളൊരു കാറ്റഗറിയിൽ ആൾക്കാർ ഇങ്ങനെ നമ്മളെ ഹോസ്റ്റലേഴ്സ് കാണും. യൂണിവേഴ്സിറ്റി പിന്നെ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എത്തിയപ്പം വായിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ ക്യാമ്പസിൽ എക്സിസ്റ്റൻസിന് ഏറ്റവും പ്രധാനം വായനയാണ്. നല്ല കളിക്കുന്ന ആളായിക്കില്ല, നല്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വായിക്കുന്ന ആൾക്കാണ് ഏറ്റവും സ്കോപ്പ്, പ്രത്യേകിച്ച് അക്കാദമിക് ഇതിലുള്ള ക്യാമ്പസുകളാകുമ്പോൾ. അപ്പോൾ തന്നെ വായനയ്ക്ക് അത്രയും
പ്രാധാന്യം കൊടുക്കുന്ന ഫ്രണ്ട്സാണ് നമ്മളെ ചുറ്റുമുണ്ടേന്. പ്രത്യേകിച്ച് നിങ്ങളെ രണ്ടാളും എടുക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നത് നല്ലോണം വായിക്കുന്ന ആളായിട്ടാണ്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഡിസ്കവർ ചെയ്യാണ് നിങ്ങളെ രണ്ടാളെയും വായനൻ്റെ ലോകം. ഇപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കില്ലല്ലോ, നമ്മൾ കൂടിയിരിക്കുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കില്ല, ഇട്ടുകൊണ്ടും കുറേ കാര്യം ഷെയർ ചെയ്യുമെങ്കിലും നമ്മളെ വായനാലോകം നമ്മൾ ഒരിക്കലും അങ്ങനെ പലപ്പോഴും അങ്ങനെ ബ്രോഡായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊന്നും കൂടി ഒരു ഡിസ്കവറിയും കൂടിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അത്ര ബേസിക്കലി ഞാൻ അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു തുടക്കം എനിക്ക് ഇപ്പൊ ഇന്റെ തുടക്കം ഇപ്പം അങ്ങനല്ല, പല സ്വഭാവത്തിലും പല സ്വഭാവത്തിലും വായന തുടങ്ങിയിട്ടുണ്ടോ. അപ്പം ഇന്നതാണ് പോയിന്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുള്ളൊരു പോയിന്റ് ആയിട്ട് എനിക്ക് എൻ്റെ വാപ്പൻ്റെ ചങ്ങായുണ്ട് ഷാനവാസ്ക. മൂപ്പരിൻ്റെ കാക്കൊക്കെ എന്ത് ചെയ്തു, ബെന്യാമിൻ്റെ ആടുജീവിതവും ഹാരി പോട്ടറിൻ്റെ ട്രാൻസ്ലേഷനും കൊടുത്തു. 2 ബുക്ക് വന്നല്ലോ. സ്വാഭാവികമായിട്ടും അന്ന് ആടുജീവിതം ഭയങ്കര ക്ലിക്കൊക്കെയാണ്. ആടുജീവിതം ക്ലിക്കാണ്, എല്ലാവർക്കും അറിയാം. ഐ മീൻ ആടുജീവിതം വായിക്കുക വാസ് എ തിങ്. ആടുജീവിതം വായിച്ചിനോ, ആടുജീവിതം വായിച്ചു. ഇപ്പോഴും മലയാളം നോവൽ വായിക്കുമ്പോൾ ആടുജീവിതം വായിച്ചു എന്നുള്ളൊരു ചോദ്യം അപ്പം അറിയില്ല എന്താ അങ്ങനെ. പക്ഷേ ആടുജീവിതം വന്നു, ഹാരി പോട്ടർ വന്നു. സ്വാഭാവികമായിട്ടും ഓൺ എന്ത് ചെയ്തു, ആടുജീവിതം എടുത്തു. അപ്പോൾ എനിക്ക് ഹാരി പോട്ടർ കിട്ടി. ഹാരി പോട്ടർ ട്രാൻസ്ലേറ്റഡ്, ഇംഗ്ലീഷ് അല്ല മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റഡ്, അതായത് ഫിലോസഫർ സ്റ്റോൺ ഫസ്റ്റ്. അത് ഭയങ്കര രസമായി. ഒന്നാമത് അത് ഫാൻറ്റസി, 7 ബുക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 7 സിനിമ ഉണ്ട്, എത്ര ബുക്ക് ഉണ്ട് എനിക്കറിയില്ല. അപ്പം ഇത് ഫാൻറ്റസി വേൾഡ്, ഹാരി പോട്ടർ, വേറെ തന്നെ ലോകം, ഒരു ഹോഗ്വാർട്സ് എന്നുള്ള സ്ഥലം, അവിടെ മാജിക് പഠിക്കാൻ കുറേ ആൾക്കാർ, നമ്മളെപ്പോലത്തെ മകള് വേറെ. അപ്പം ഇങ്ങനത്തെ ഒരു വേറെ തന്നെ ഒരു സാധനമാണല്ലോ മുമ്പിൽ വരുന്നത്. അപ്പം അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത് ഹാരി പോട്ടർ വായിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും കാക്ക വായിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ ആടുജീവിതം എടുത്ത് വായിക്കുന്നു. അപ്പം എനിക്കൊരു വായനേൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പോയിന്റ് ഉള്ളൊരു പോയിന്റ് ഇതാണ്. ഐ മീൻ ഷാനവാസ് ഹാരി പോട്ടർ കൊണ്ട് തന്നെയാണ്. എനിക്ക് ആ ആടുജീവിതം വായിക്കുന്നത് എനിക്ക് ഓർമ്മ ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും അങ്ങനെ വായിക്കുന്ന ശീലം കുറവാണ്. ഇരുന്ന് വായിക്കാൻ വേണ്ടി വായിക്കുന്നു അങ്ങനെ. പക്ഷെ വായിക്കരുത് കാരണം ഇപ്പോൾ ബേസിക്കലി വായിക്കൂല എന്ന് പറയുമ്പോൾ അതിൽ കുറെ പ്രശ്നമുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു കരോസിൽ വായിക്കാൻ എഫേർട്ട് ഉണ്ട്. എങ്ങനെ വായിച്ചു കൊടുക്കുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നോവലുകൾ ഉണ്ടാവുക. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ വീട്ടിൽ വാപ്പയ്ക്ക് കൊടുക്കുന്ന ഒരു പുസ്തകം എങ്ങനെ ജീവിത വിജയത്തിന് 7 വഴികൾ, പി വിജയന്റെ കുറെ പുസ്തകങ്ങളൊക്കെയാണ്, ടൈം മാനേജ്മെന്റ്, അങ്ങനത്തെ പുസ്തകങ്ങൾ. പക്ഷെ ഈ നോവൽ സാധനങ്ങളൊക്കെ എനിക്ക് അങ്ങനെ വീട്ടിൽ കിട്ടില്ല. അപൂർവമായിട്ട് എനിക്ക് കിട്ടിയ വീട്ടിലുണ്ടായിരുന്ന കുറെ ചെറിയ പുസ്തകങ്ങളാണ് ആടുജീവിതമൊക്കെ. ആടുജീവിതം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കരഞ്ഞിട്ടാ വായിച്ച് ചെറുപ്പത്തിൽ. ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ, അത് കുറച്ചല്ലേ ഉള്ളൂ, അത് ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു കനുള്ള ഒരു പുസ്തകമാണല്ലോ ആടുജീവിതം. എനിക്ക് ഇഷ്ടമായില്ല, ഹൈപ്പുള്ളതുകൊണ്ടായിരിക്കും. സമയത്ത് ഒന്നാന്ന് വെച്ചാൽ മരുഭൂമിയിൽ കുറെ, ഐ മീൻ ആ പാട്ടൊക്കെ എനിക്ക് ചെറുപ്പത്തിലേക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നി. ഇതെന്താ കഥ തീരാത്ത, ഐ മീൻ കണ്ടന്റ് ആണല്ലോ നമ്മൾ നോക്കുക. ഹാരി പോട്ടറിലാണെങ്കിൽ ഓരോ മൊമെന്റിലും ഓരോ സർപ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ മരുഭൂമിയിൽ ഇങ്ങനെ, ഐ മീൻ ഇപ്പം വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്ന് വായിക്കുമ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എൻ്റെ തുടക്കം അങ്ങനെ തുടക്കുന്നുള്ളതല്ല, ഐ മീൻ ബേസിക്കലി ബുക്ക് വായിക്കാന്നുള്ള, ഞങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഇരുന്ന് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇങ്ങനെ കുറേ വായിക്കാൻ വേണ്ടി വായിക്കുമല്ലോ നമ്മൾ. നേരെ ഒരു ബുക്ക് വായിക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ കാരണം വേണം. ഇപ്പോൾ ഒരാൾ തരുന്ന പുസ്തകമാണ് ഞാൻ എന്തായാലും വായിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരാൾ തരുന്ന പുസ്തകമാണ് എന്തായാലും വായിക്കും. അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ട് കണ്ട പുസ്തകമാണെങ്കിൽ വായിക്കും. ഒരാൾ സജസ്റ്റ് ചെയ്ത ബുക്കാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫസർ മൂപ്പര് ഒരു ബുക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കാൻ ശ്രമിക്കും. അല്ലാതെ ഞാനിങ്ങനെ ഇപ്പോൾ ഫിക്ഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് ഫിക്ഷൻ വായിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഫിക്ഷൻ കാര്യമായിട്ട് വായിക്കാൻ തുടങ്ങിയത് യൂണിവേഴ്സിറ്റിയിലെത്തിയതിന് ശേഷമാണ്. അതന്നെ ഞാൻ വായിക്കണമല്ലോ എന്നുള്ള രീതിയിൽ തുടങ്ങി. പിന്നെ അത് ആദ്യം ഓഡിയോ ബുക്സ് ആയിരുന്നു. ഈ ഓഡിയോ ബുക്സ് കേൾക്കുക പറഞ്ഞാൽ അത് നല്ല സുഖമുള്ള പരിപാടിയാണ്. ഈ വായനയുടെ പ്രത്യേകത ബേസിക്കലി വായിക്കുമ്പോൾ നമ്മൾ ആ ഒറ്റ കാര്യത്തിലേ ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി ഓഡിയോ ബുക്ക് ആണെങ്കിൽ നമുക്ക് പല കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കാം. അങ്ങനെ ഒരു വൈബ് കിട്ടും എനിക്ക്. അല്ല, അതാണ് ബുക്കിൽ അതിൻ്റെ പ്രത്യേകത ഉണ്ട്. ബുക്കിൻ്റെ പ്രത്യേകത അതാണ്, നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ വായനയിൽ മാത്രമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരാളല്ലായിരുന്നു. വായിച്ചിരുന്നു, പക്ഷേ അതൊക്കെ ഭയങ്കര സ്കാറ്റേർഡാണ്. പല ഏരിയകളിലുള്ള, ഇപ്പോൾ മലമടക്കിലെ പോരാളി എന്ന് പറഞ്ഞ ബുക്കൊക്കെ ചെറുപ്പത്തിൽ വായിച്ച ഓർമ്മയുണ്ട്. പിന്നെ ഫിക്ഷൻ ഇൻ ദ സെൻസ് ഫിക്ഷൻ ആണെന്ന് പറഞ്ഞ് വായിച്ചത്, ലൈബ്രറിയിലുള്ള ഒരു പുസ്തകം അതെടുക്കുന്നു വായിക്കുന്നു. പിന്നെ കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു പുസ്തകം, വളരെ ചെറിയ പുസ്തകം, കാർട്ടൂണുകളെ കുറിച്ചുള്ളൊരു പുസ്തകം. പിന്നെ അങ്ങനെ വളരെ ചെറിയ ഓർമ്മകളെ ചെറുപ്പത്തിൽ വായിച്ചതുള്ളൂ. ചെറുപ്പം എന്ന് പറയുമ്പോൾ 5th 4th സ്റ്റാൻഡേർഡ്. അവിടെ നിന്നാണല്ലോ നമ്മൾ ആദ്യമായിട്ട് പുസ്തകത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. ടെക്സ്റ്റ് ബുക്കും ഒന്നും അല്ലാതെ എക്സ്പോഷൻ കിട്ടുന്നത് ഹോസ്റ്റലിൽ അങ്ങനെ നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ അറിയില്ല, എന്താ ചൊല്ലെന്തേനും വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. കാരണം അത്ര ഒരു പ്രഷർ ഉണ്ട് വായിക്കാന്നുള്ളതിന് കുട്ടികളെ മേത്ത്. എൻ്റെ വീട്ടില് എന്താണ്
ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു എക്സ്പോഷർ ഒന്നുമില്ല വീട്ടിൽ കാര്യമായിട്ട് അങ്ങനെ വായിക്കുക അതിന് വലിയ പ്രാധാന്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല വീട്ടിൽ. പക്ഷെ 5ാം ക്ലാസ്സിൽ ഞാൻ ഇഫ്ലു പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നു, ഷാക്ക എന്നാ പേര്. അപ്പോൾ മൂപ്പര് ഷാക്ക. അപ്പോൾ മൂപ്പരെന്ത് ചെയ്യും അവിടെ ഡിഗ്രിക്ക് പഠിക്കാൻ സമയത്ത്. അപ്പോൾ 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾ പറഞ്ഞാൽ അറിയില്ല, പൈതലകളിലെ ചെറിയ മക്കളായിരിക്കും. നമ്മളിങ്ങനെ എന്ത് ചെയ്യും പള്ളിയിലിരിക്കുമ്പോൾ ഷാക്ക് ഓരോ കഥ പറഞ്ഞുതരും നമുക്ക്, യൂസുഫ് നബിൻ്റെ കഥ. എന്നിട്ട് ഭയങ്കര ഭയങ്കര സ്റ്റോറി കേട്ടല്ലടാ. മൂപ്പരിങ്ങനെ ഓരോ കഥ പറഞ്ഞ് പൗതിയൊക്കെ എത്തുമ്പോൾ നിർത്തിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞിട്ട് നിർത്തിക്കും. എന്നിട്ട് അറിയും പുസ്തകം വായിച്ചു പറയും. എന്നിട്ട് മൂപ്പര് പുസ്തകം ചെറിയ നബി കഥകൾ പറഞ്ഞ ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ തരും. അങ്ങനെ ഓരോ അങ്ങനത്തെ പുസ്തകങ്ങൾ ഇതൊന്ന് വായിച്ചിട്ട് എനിക്ക് നാളെ മറുപടി തരണം, ഇതിൻ്റെ ഇത് പറഞ്ഞു തരണം, അങ്ങനെയൊക്കെ ഭയങ്കര വാശിയിലൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ നമ്മളാ ഒരു മൂഡിൽ ഇങ്ങനെ ഇരുന്ന് വായിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരുന്നത്, മൂഡിലേക്ക്, വായന പറഞ്ഞ മൂഡിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അതൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സംഭവം. ഞാൻ എന്തോ വായിക്കുന്നത്, എനിക്ക് ഭയങ്കര, ഞാൻ വീട്ടിലെ പണ്ഡിതനാണ്, ഞാൻ ഭയങ്കര വായിക്കുന്നു, ഇവിടെ നമ്മളെ ലെവലിൽ നിൽക്കേണ്ട ആളല്ല. അങ്ങനെ ഒരു പറച്ചിൽ കേട്ട പിന്നെ രണ്ടാമത്തെ ഡയലോഗ് എന്താ, നമുക്ക് IAS ആക്കണം. അന്ന് ഇതിന് ഞാൻ ഇപ്പം ഇങ്ങനെ ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പം മുതൽ പിന്നെ ഫുള്ള് എങ്ങനെയാലും ഇന്നെ IAS കയറ്റണം, എനിക്ക് സിവിൽ സർവീസ് കയറ്റണം. കാരണം എന്താ, ഓഫീസെല്ലാം വായിക്കുമല്ലോ, പറയുമ്പോൾ തന്നെ ഞാനോരോ കഥ ബുക്കാണ് വായിക്കുക, അതിൻ്റെ അപ്പുറം എനിക്കൊരു നോളേജ് ഇല്ലേ. അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വായന തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇടക്ക് നിന്നും പതിഞ്ഞും ഇങ്ങനെ വെല്ല വായന. പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വായന. അവിടുന്നും പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലോക്ക്ഡൗൺ ഒക്കെ എത്തിയപ്പോഴാണ്. നിങ്ങൾ ലോക്ക്ഡൗണിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവസ്ഥ? ലോക്ക്ഡൌണിന് മുമ്പേ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഇജ്ജ് പറഞ്ഞ ഷാക്ക് പറഞ്ഞ നമുക്കൊരു മാഷുണ്ട്, ഫാരിസ് മാഷ്, സോഷ്യൽ സയൻസ് പഠിപ്പിച്ച മാഷ്. മൂപ്പര് ഇതേപോലെ തന്നെയാണ്. മൂപ്പര് എന്താ വെച്ചാൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത നോവൽ. ഇപ്പോൾ ഉദാഹരണത്തിന് മൂപ്പര് ആൽക്കമിസ്റ്റ്, മൂപ്പരെന്ത് ചെയ്യും ക്ലാസ്സിൽ വന്നിട്ട് ഇതിൻ്റെ കഥ പറയും, സീരിയസ് ആയിട്ട് അറിയാം. അതായത് മൂപ്പരെ വിഷയം എടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് എന്ത് ചെയ്യും ഇതിൻ്റെ സ്റ്റോറി പറയും, കഥ പറയും. അപ്പോൾ ഇത് വലിയ നോവലാണല്ലോ, അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തീരൂല. മൂപ്പരാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഓരോ സംഭവിച്ച ഓരോ ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് പറയും. ഇത് ക്ഷമ ഉണ്ടാവില്ല, അതായത് ഓരോ ക്ലാസ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടിട്ട്. അപ്പം എന്ത് ചെയ്യും പോയിട്ട് ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടീനേജിലൊക്കെ അധികം വായിച്ച പുസ്തകങ്ങളും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം, മലയാളമാണ് ഫിക്ഷൻ ഒക്കെ ഫിക്ഷൻ ആയിരിക്കും, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇപ്പോൾ ആൽക്കമിസ്റ്റ്, പോയിലോ കൊല്ലിൻ്റെ കുറച്ച് സാധനങ്ങൾ, ഒരു 7th ഡേ, ഒരു പ്രവാചകനെ പറ്റിയിട്ടുള്ള എന്തോ 7th ഡേ സംതിങ് അങ്ങനത്തെ എന്തോ ഒന്നുണ്ട്. പിന്നെ ദസ്തയേവ്സ്കിൻ്റെ അങ്ങനത്തെ ഒക്കെ ആ കട്ടിയുള്ളതല്ല, ഒന്നും തിരിയൂല. പക്ഷെങ്കിൽ ഇത് വേറെ മെച്ചുണ്ട്. സഫാൻ പറഞ്ഞ വായിക്കുന്ന ആൾക്ക് എന്തുണ്ട്, എന്തോ ഒരു പവർ, എന്തോ ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പൊ ഷോ ഓഫിന് ബെസ്റ്റ് ആണ്. കിടക്കുന്ന കട്ടിലടിയിൽ എനിക്ക് ചെറുപ്പത്തിൽ എന്താ അറിയോ, ഈ ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ച ഹോസ്റ്റലുകളിൽ ആരൊക്കെ നല്ല വായിച്ചു, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഓരോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ്, ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ പറ്റുന്നത്. എനിക്ക് ആകെ എടുങ്ങാറാവും വായിക്കാൻ തുടങ്ങിയാൽ. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അന്ന് വായിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ, വായിച്ച് തുടങ്ങിയപ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരുമല്ലോ. കാരണം വായിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അന്നേ ഇതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് പെട്ടെന്ന് കിടക്കാമായിരുന്നു, കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഫിക്ഷൻ എന്നെ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അന്നേ വായിച്ച് തുടങ്ങേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം ഞാൻ പിന്നീട് ഓരോ ബുക്കിൽ ഇങ്ങനെ എത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അന്നേ ഞാൻ വായിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ നല്ല എന്താ പറയുക, കുറേ ലോകങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു, അന്ന് കുറേ ടൈം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇപ്പോൾ അടുത്തൊരു ചങ്ങായിനോട് ഒരു പുസ്തകത്തിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു, ഈ പുസ്തകം വായിച്ചോ എന്ന് ചോദിച്ചു. വെറുതെ തമാശക്ക് ചോദിച്ചാണ്, ഈ ബുക്ക് വായിച്ചോ, നമ്മളിങ്ങനെ കാണുമ്പോൾ ലോഗ്യം പറയുമല്ലോ. അപ്പോൾ ചോദിച്ചു ഈ പുസ്തകം വായിച്ചോ, തമാശക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല വായിച്ചില്ല, എന്തേ വായിക്കാത്ത ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എടാ ജീവിതത്തിൽ എത്രങ്ങാനും ടൈമൊന്നും നമുക്കില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഏതൊക്കെ ബുക്ക് വെച്ചിട്ടാണ് വായിക്കുക, ഭയങ്കര സെലക്റ്റീവ് അല്ലേ. ഒരാഴ്ച ആവറേജ് ഒരു പുസ്തകം വായിക്കണേ ഒരു കൊല്ലം എത്ര വായിക്കണേ, അധികം വായിക്കാനൊന്നും ആവില്ല, ലൈഫ് അത്രയും ചെറുതാണല്ലോ. അപ്പോൾ ഓൻ പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്കിങ്, അത്രയും ടൈം മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ വായിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പിന്നെ അതിൽ വേറെ എന്താ വെച്ചാൽ ഇപ്പോൾ വായിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ല ടൈമില്ലാണ്ട്, വായിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രിവിലേജ് ആയിട്ടുള്ള സാധനമായിട്ടാണ്. അതായത് എല്ലാവർക്കും അങ്ങനെ വായിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പം എനിക്ക് വായിക്കാനുള്ള പൂതിയുണ്ട്, ഓഫീസിന് വായിക്കാനുള്ള കമ്പനി എൻ്റെ പുരക്കാരുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ പുരക്കാർ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാണ്. അപ്പം എനിക്ക് വായിക്കാൻ പൂതിയുണ്ട്, നോവലൊക്കെ വായിക്കാൻ പൂതിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതേ നോവലിൻ്റെ വാപ്പനെ തന്നെ വാപ്പ എനിക്ക് എന്തായാലും വാങ്ങിച്ചു തരും. പക്ഷേ ഇപ്പം ഈ നോവൽ എസ്പെഷ്യലി ഇപ്പോൾ അടുത്തിറങ്ങുന്ന നോവലൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, വായിക്കാൻ പറ്റിയെന്നില്ല. വായന എന്നുള്ളൊരു അയാൾ വായിക്കാന്നുള്ളതൊക്കെ എത്തിപ്പെടാൻ തന്നെ ഇടങ്ങാറാണ്. ഇപ്പം എത്രയോ ആൾക്കാരുണ്ട് ഇത് ചിന്തിക്കുകയും കൂടി, അതായത് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക,
ഇതുപോലും ആലോചിക്കാണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതൊന്നും ബേസിക്കലി എല്ലാം നമ്മളെ വായനന്റെ ആസ്പെക്ട് കുറെ കൂടി എനിക്കറിയില്ല കേട്ടോ എല്ലായിടത്തും എങ്ങനെയാണോ നമ്മൾ വായിക്കുന്നത് പോലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഐക്യപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? വായിക്കാൻ വേണ്ടി വായിക്കാറുണ്ട് എന്തിനോന്ന് ഇപ്പൊ കാര്യത്തിന് വേണ്ടി ചുറ്റുള്ള എല്ലാവരും വായിക്കുന്ന കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, വായിക്കുകയാണ്. ഇപ്പൊ ചുറ്റുള്ള ആരും വായിക്കുന്ന കാണാത്ത കുറെ ആൾക്കാരുണ്ടാവില്ലേ, ചുറ്റുള്ള ആൾക്കാർ കഷ്ടപ്പെടാണ് ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒലിത് വായിക്കുന്ന കാണൂലോ. ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ എന്തിനാ വായിച്ചിരുന്നത് അല്ലെങ്കിൽ എന്തിനാ വായിക്കുന്നത്? സത്യം പറയാലോ, എൻ്റെ പുസ്തകങ്ങളും ഞാൻ വായിച്ച പുസ്തകങ്ങളൊക്കെ കൂടുതലും എന്തെങ്കിലുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് വായന നടക്കുള്ളൂ. ബേസിക്കലി ഇപ്പോൾ പരന്ന വായന വേണമെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ എനിക്ക് നടക്കാറേ ഇല്ല. ഇപ്പോൾ എല്ലാ വിഷയത്തിലും വായിക്കുക, എല്ലാ വിഷയത്തിലും ബേസിക്കലി ഒരു സാധനം ഉണ്ടാവുക, കുറേ കഥകൾ വായിക്കുമ്പോൾ കുറേ വികാസം സംഭവിക്കുക, ഒക്കെയാണ് നടക്കാറില്ല. ഒരു വിഷയത്തിൽ ഇപ്പോൾ ഞാൻ വായിച്ച പല പുസ്തകങ്ങളും എൻ്റെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളിലായിരിക്കും. ഇപ്പോൾ ആദ്യകാലത്ത് വായിച്ച പുസ്തകങ്ങളാണ് ഈ വഹ്ദഹ ഷജറത്തുർ റുമ്മാൻ, അതേപോലെ ഒരു അറബി നോവലാണ്. ബേസിക്കലി എന്താ സംഭവം വെച്ചാൽ ഈ ഇറാഖിൽ നടക്കുന്ന യുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നോവലാണ്. ആ നോവൽ സംഭവം ഞാൻ വായിക്കാൻ കാരണം ആ നാടിനോടും അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റോറീസിനോടുള്ളൊരു ഇഷ്ടം മാത്രമാണ്. അല്ലാതെ അതിലൂടെ ഒരുപാട് സാധനം വികസിക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ ഒരുപാട് ബയോഗ്രഫീസ് വായിക്കുന്നുണ്ട്. ആ ബയോഗ്രഫീസ് വായിക്കാനുള്ള കാരണം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ മോട്ടറാക്കിയിട്ടുണ്ടാവും ഭയങ്കര സംഭവമാണെന്നുള്ള. അപ്പോൾ അങ്ങനെ വായിക്കുന്നു. അങ്ങനെ ഒരു റീസൺ ഇല്ലാതെ ഞാൻ വായിച്ച പുസ്തകങ്ങൾ വളരെ കുറവാണ്. ഒരു ഷെൽഫിൽ നിന്ന് അങ്ങനെ സെലക്ട് ചെയ്ത് എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവം വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു റീസൺ അതിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കൂടുതൽ പുസ്തകവും ചിലപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എന്താ പറയുക, ഒരു കോഴ്സിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് കിടക്കും. ഇപ്പോൾ ഫലസ്തീൻ വിഷയത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ച പ്രൈമറി ലെവലിൽ ഫസ്റ്റ് വായിച്ചൊരു പുസ്തകമാണ് ദാവൂദ് സാഹിബിൻ്റെ ഗസ പോരാളികളുടെ പർദീസ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ കുറച്ച് പുസ്തകങ്ങളെ ലൈഫിലുള്ളൂ. അതിലൊന്ന് ഗസ പോരാളികളുടെ പർദീസാണ്. വില ഭയങ്കര കൂടുതലായതുകൊണ്ട് അങ്ങനെ പറയല്ല, പക്ഷെ ചെറിയ വിലയുള്ളൂ. പക്ഷെങ്കിൽ ലൈഫിൽ ഓർമ്മയുള്ള പൈസ കൊടുത്ത് വാങ്ങിയ പുസ്തകങ്ങളിൽ അതും അന്ന് തന്നെ ഇരുന്ന് കംപ്ലീറ്റ്ലി വായിച്ച പുസ്തകങ്ങളൊന്ന് ഗസ പോരാളികളുടെ പർദീസാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ ഈ പണ്ടത്തെ ഈ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ടല്ലോ, മറ്റേ ഗസ ഗസയുടെ കണ്ണുനീർ അങ്ങനെ ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻ്ററിയിലുള്ള വിഷ്വൽസ് മൊത്തം തലയിൽ. അപ്പോൾ ഇങ്ങനൊരു പുസ്തകമുണ്ട്, ഇത് ട്രാവലോഗാണ്, യാത്ര പോയതാണ്, അവിടുത്തെ കഥകളാണെന്ന് കേൾക്കുമ്പോൾ വായിക്കാനുള്ളൊരു ത്വര. വായിച്ചു കഴിഞ്ഞപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ, അതിൻ്റെ സ്റ്റോറീസ് അന്വേഷിക്കാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ലെവലിൽ അങ്ങനെയാണ് പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റിഗറസ്ലി നമുക്ക് വായിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സിലബസ് ആണ്, കോഴ്സ് ആണെങ്കിലും പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ എപ്പിസോഡാണെങ്കിൽ പോലും വായന അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള വായനകളാണ് കൂടുതൽ നടക്കാറുള്ളത്. കാരണം ഉണ്ടെങ്കിൽ മാത്രം പരന്ന വായന. നമ്മൾ ഉസ്താദ് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട് ക്ലാസ്സിലൊരിക്കൽ, നിങ്ങളെ ചുറ്റൂരുള്ള ഈ ഒരു ഇതിൽ നിന്ന് മാത്രം വായിച്ച് നിൽക്കരുത്, ഈ ബോക്സിൻ്റെ പുറത്തേക്ക് കടക്കണം. നമ്മളെ സർക്കിളുകളിലും നമ്മളെ വായനാവൃത്തങ്ങളിലും മാത്രം ഒതുങ്ങിക്കൂടാതെ ചില പബ്ലിക്കേഷനുകളിൽ മാത്രം ഒതുങ്ങുന്ന ആളുകളുണ്ട്. അതല്ലാതെ എല്ലാ തലത്തിലുള്ള വായനകളിലേക്കും കടക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉപ്പല്ല, നമ്മളിപ്പോൾ ഒരു കടൽ തീരത്ത് ജീവിക്കുന്ന ആളല്ല. അങ്ങനെ പല ഉപ്പല്ല, നമ്മളൊരു ഫാദർ അല്ല, നമ്മളൊരു ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുണ്ട്. നമ്മളെ ലൈഫ് പറഞ്ഞാൽ വളരെ ചെറുതാണ്, അതല്ലാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ജീവിതങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്ന വായന സാധ്യമാവണം, എല്ലാ തരത്തിലും വായിക്കണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ റീസൺ വേണം എന്നുള്ളതാണ്. അതാണ് ഈ പരന്ന വായനക്കും ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു കാലഘട്ടം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. ലൈഫിൽ എങ്ങനെയെങ്കിലും ക്ലച്ച് പിടിക്കണം, ലൈഫിൽ എങ്ങനെയെങ്കിലും റെഡി ആവണം, കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ എന്നും ഓടുക, രാവിലെ എണീച്ച മുതൽ ഓടും, രാത്രി തിരിച്ച് പുരക്കെത്തും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ റഷ് ചെയ്യുന്ന കാലത്ത് നിങ്ങൾ പരന്ന് വായിക്കണം എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ എന്തോ ഒരു വഞ്ചന ചെയ്യാണ്. കാരണം അയാൾക്ക് വായിക്കാൻ ടൈമില്ല, അയാൾക്ക് വേറെ പലതും ചിന്തിക്കുകയാണ്. ഒഴിവ് സമയം എന്നുള്ളത് വളരെ റെയറായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളിങ്ങനെ ആ റീസൺ ഇല്ലാണ്ട് വായിച്ചു, എനിക്ക് ഇത്രയൊക്കെ പരന്ന് വായിക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര പ്രിവിലേജിന്റെ ഭാഗമായിട്ട് ഈ സെൻസിൽ ആരെങ്കിലും ഇത് പ്രിവിലേജ് അങ്ങനെ വായിക്കുന്നതിൽ പ്രശ്നം ഉണ്ട് എന്നുള്ളതല്ല. ഐ മീൻ നമുക്കൊരു ഭാഗ്യാണിത്. കാരണം എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിയെന്നുള്ള കൺഫ്യൂഷനാണ്. വെറുതെ വായിക്കാൻ പാടുണ്ടോ? അതായത് ഒരു കാര്യം വായിച്ചു, അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സംശയിക്കാതെ ഒരു കാര്യം നമ്മൾ വായിച്ചു മുമ്പോട്ട് പോകാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വായിക്കാറുണ്ട്. എന്റെ വായന തുടങ്ങുന്നത് എന്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഞാൻ തുടങ്ങുമ്പോൾ അങ്ങനെ വായിക്കണം അങ്ങനെ ഒരു മൂഡിലല്ല തുടങ്ങുന്നത്. വേറെ ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ
എൻ്റെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ പല സമയത്തും വായന അല്ലാത്ത വേറെ ആൾട്ടർനേറ്റീവ് വരുമ്പോൾ അവിടെ ബേസിക്കലി വായന ഫുള്ളായിട്ട് നിന്നുണ്ട്. ഞാൻ ഒരു ഹൈസ്കൂൾ സമയത്ത് ഫുള്ള് വീഡിയോ ഗെയിംസ്, ഓൺലൈൻ ഗെയിംസിലൊക്കെ ഫുൾ അഡിക്റ്റഡ് ആയിരുന്നു. ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ്, അങ്ങനത്തെ കുറേ ഗെയിംസിലാണ്, അങ്ങനത്തെ കുറേ ഗെയിമിൽ. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ വായന പറ്റ നിന്നാണ്, തീരെ വായിക്കാത്തൊരു ടൈം അത്. അതിനുശേഷം പിന്നെ കോളേജിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഞാൻ വായന എന്നുള്ള ശീലത്തിലേക്ക് പിന്നെയും കയറുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അപ്പം എനിക്കിത് ഞാൻ ഈ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെയൊക്കെയാണോ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ അതൊരു പ്രിവിലേജ് ആണോ എന്താണോ അറിയില്ല. ഞാൻ അന്ന് കിട്ടണമൊക്കെ ഇങ്ങനെ വായിക്കണ ഒരു മൂഡായിരുന്നു. ഇങ്ങനെ എല്ലാം വായിക്കും. പിന്നെ അന്നൊക്കെ ഫുള്ള് പബ്ലിക് ലൈബ്രറി, നമുക്ക് സ്വന്തം പുസ്തകമില്ല. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഇത് ഞാൻ ഇങ്ങനെ ഇന്നിപ്പോൾ ഫുള്ള് ഇതിന് വേണ്ടി നോക്കുക. ഇത് എൻ്റെ 10ാം ക്ലാസ്സിൽ IT ബുക്കാണ്. IT-യിലൊന്നും എഴുതാത്തതുകൊണ്ട് ആ പുസ്തകത്തിൽ ഞാൻ ഫുള്ള് നോട്ട് ചെയ്തു. ഇതിൽ ഇപ്പോൾ എനിക്ക് അന്ന് ഞാൻ എന്തിനാ ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് വേറെ നോട്ട് ചെയ്യാനൊന്നും അവസ്ഥകളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വായിക്കണമൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. ഞാൻ ഇത് നോക്കുമ്പോൾ അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഞാൻ എന്തിനാണ് അന്ന് വായിച്ചത് ഇങ്ങനെ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാൻ നോക്കുന്നത്. എന്തിനാണ് വായിച്ചത് ഫുൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ അതിൽ എഴുതി വെക്കുന്ന പോയിന്റുകളൊക്കെ ചിലത് ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു വായിക്കാൻ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, ഇപ്പോൾ ചേതമ്പാത്തിൻ്റെ പുസ്തകങ്ങൾ, ആ സമയത്ത് ഒരു കോളേജൊക്കെ കയറി +2 ഒരു ലോക്ക്ഡൗണൊക്കെ കയറിയപ്പോൾ ഞാൻ നല്ല വായിക്കാൻ തുടങ്ങി. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി ടാബിലിരുന്ന് വായിക്കുക, അല്ലെങ്കിൽ എവിടുന്നേലും ഒപ്പിച്ച് കൊണ്ടുവരിക. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുട്ടീൻ്റെ അടുത്ത് ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് എങ്ങനെയൊക്കെ സ്കൂട്ടറിൽ പോയിട്ട് എൻ്റെ സ്കൂട്ടർ മൊത്തം അതിൻ്റെ ബാക്കിൽ അടിയിൽ നിറച്ച് ഫുള്ള് ബുക്ക് കയറ്റി ഞാൻ തിരിച്ചു വരുന്നുണ്ട്, ആ പുസ്തകം ഫുള്ളാക്കിയിട്ട്. കാരണം ഈ ലോക്ക്ഡൗണിൽ വേറെ ഒന്നും ചെയ്യല്ല, രാവിലെ മുതൽ തന്നെയൊക്കെ പണി, എന്തേലൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വായിച്ച സാധനമൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ വായിക്കുന്ന ഇംഗ്ലീഷ് ബുക്കിലൊക്കെ ബേസിക്കലി ഉള്ളത് ചില വാക്കുകൾ അതിൻ്റെ വാക്ക് മലയാളം ഫുള്ളതാണ്. എനിക്ക് കിട്ടാത്ത വാക്കുകളൊക്കെ ഞാൻ അരിച്ചു വെറുക്കും. മലയാളത്തിൽ അങ്ങനെ തന്നെ സന്നിഗ്ധത എന്താണ്, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ എഴുതി വെക്കും. എനിക്ക് ഉപകാരപ്പെട്ടു വെച്ചാൽ അന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് ഭാഷ ഡെവലപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ അന്ന് എനിക്കങ്ങനെ തോന്നലുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എൻ്റെ 2 തരത്തിലാണ് ഞാൻ പുസ്തകമൊക്കെ നോക്കുമ്പോൾ. ഈ 2 പുസ്തകം മൊത്തം ഞാൻ അതുവരെ വായിച്ചത് ഫിക്ഷനും നോൺ ഫിക്ഷനൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഞാൻ ഇന്ന് ഫുള്ളിരുന്നിട്ട് ഇതായിരുന്നു പരിപാടി, ഞാൻ എന്തൊക്കെയാണ് എഴുതിയത്, എന്തൊക്കെ വായിച്ചത്. അപ്പോൾ കുറേ നല്ല അടിപൊളി പോയിന്റ്സ് ഒക്കെ ഉണ്ട് പല പുസ്തകങ്ങളിൽ നിന്നും, ഈ നോൺ ഫിക്ഷനൊക്കെ. അപ്പം അതിൽ ഒന്നിതാണ് എനിക്ക് വാക്കുകൾ എഴുതി വെക്കുക. ആ വാക്കുകൾ ഇപ്പോൾ നോക്കുമ്പോൾ അർത്ഥം നോക്കാതെ തന്നെ എനിക്ക് ആ വാക്കുകളൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം, ഓക്കെ, ലാംഗ്വേജ് എന്നുള്ളൊരു ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട് ആ സമയത്തെ വായന എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത സാധനം അതിങ്ങനെ പരന്ന വായന, ഒരു ജോണറില്ല ഇങ്ങോട്ട്, കാരണം ഒന്നുമില്ല, ചെയ്യാനൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഭയങ്കര, എനിക്കറിയില്ല നിങ്ങളൊക്കെ ഫിക്ഷൻ കുറവാണ്. പക്ഷെ ഈ അതായത് ഈ ചില വാക്കുകളൊക്കെ നമ്മൾ വളരെ ലൈഫിൻ്റെ ഒരു ചെറിയ ഭയങ്കര സിമ്പിളായിട്ടുള്ള പോക്കുണ്ടാവും. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുക, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുക, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോവുക, ഇതിനൊക്കെ ഭയങ്കര രസമായിട്ടായിരിക്കും ഈ റൈറ്റേഴ്സ് അതിനെ ഉപമിക്കുക. ഇപ്പം ഈ സുഭാഷ് ചന്ദ്രനാവട്ടെ, ബെന്യാമിനാവട്ടെ, ഞാൻ മലയാളത്തിലാട്ടെ എനിക്ക് അങ്ങനെ ആസ്വാദന നിലക്ക് ഞാൻ വായിക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് എപ്പോഴും ഈ ഒരു സ്ട്രഗിൾ ആയിരിക്കും വായന, എപ്പോഴും എങ്ങനെ ഇതെന്താ, അതിൻ്റെ അർത്ഥം എന്താ, എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. എന്താണ് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്, കഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയായിരിക്കും. പക്ഷെ മലയാളം അങ്ങനെയല്ല, മലയാളം അങ്ങനെ രസത്തിലിരുന്ന് വായിക്കായിരിക്കും. നമുക്ക് കുറച്ചും കൂടി ഭാഷ ഉണ്ടായതുകൊണ്ട് ഫ്രീ. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ സിമിലിയിലേക്കും മെറ്റഫറിലേക്കൊക്കെ ഇങ്ങനെ പോയിരിക്കും, ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി വെച്ചിരുന്നു. അതായത് ഈ സാധനം വായിച്ചുതരാം. ഇത് എനിക്ക് ഒന്ന് മുകുന്ദൻ എഴുതിയാണ്. ഏതിലാണ്, തെരുവിൻ്റെ കഥയിലാണ്, പൊറ്റക്കാടിൻ്റെ ഏതാ പുസ്തകം ഓർമ്മയില്ല. അല്പാൽപ്പം ആടുന്ന ആ ലാന്തറിൻ്റെ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ പിമ്പിൽ കൂടി പിണയുകയും അകന്നു പോവുകയും വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്തു. ജന്മാന്തരങ്ങളിൽ വെച്ച് കണ്ടുമുട്ടി അകന്നുപോയി വീണ്ടും കണ്ടെത്തുന്ന 2 ആത്മാക്കളെ പോലെയായിരുന്നു ആ നിഴലുകൾ. അതായത് നമ്മൾ നടന്നു പോകുമ്പോൾ സ്ട്രീറ്റ് ലാമ്പ് ഉണ്ടാവുമല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇമേജാണ്. 2 ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നു, അവിടെ ഒരു റോട്ടിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ലാമ്പ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നേരെ ആദ്യം മുമ്പോട്ട് പോകും, പിന്നെ ഇങ്ങനെ വരും, പിന്നെ ബാക്കോട്ട് പോകും, പിന്നെ ഇങ്ങനെ വരും. നടക്കുന്നതിനനുസരിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇമേജാണ്. പക്ഷെ അതിങ്ങനെ ജന്മാന്തരങ്ങളിലൂടെ ഉള്ള 2 ആത്മാക്കളുടെ ഒരു നടത്തം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്കത് ഭയങ്കര ഒരു
ടൈപ്പ് ഓഫ് എസ്റ്റസ് ഇങ്ങനെ തരും. ഓഹ് ഞാൻ അത് ആലോചിച്ചിട്ട് അതിങ്ങനെ എഴുതിയെടുക്കും, അതിങ്ങനെ പിന്നെയും ആലോചിക്കും. ഈ എന്താ ഞാൻ പല എപ്പിസോഡിൽ പറഞ്ഞാണ്, അഷ്കർ ഖാൻ്റെ എപ്പിസോഡിലും കുറേ എപ്പിസോഡിൽ പറഞ്ഞാണ്, എനിക്ക് പറയാൻ മടിയാ. അതായത് എനിക്കിങ്ങനെ ഒരു എസ്റ്റസ് കിട്ടിയൊരു മൊമെൻറ്റ് ഖസാക്ക് വായിക്കുമ്പോഴാണ്, ഖസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയൻ്റെ. ഞാൻ 3rd ടൈമിലാണ് ആ വായിച്ച് ഫുള്ള് തീർക്കുന്ന വൃത്തിക്ക്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു മെയിൻ, അന്ന് രണ്ട് എൻ്റെ മുമ്പിൽ 2 വലിയ മിഷൻ ഉണ്ട്. ഒന്ന് അതിലുള്ള കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെ ഒക്കെ അർത്ഥം കണ്ടെത്തുക, ഡിക്ഷണറി തപ്പിയെടുത്തിട്ട് അർത്ഥം കണ്ടെത്തുക. രണ്ടാമത്തേത് ഇതിൻ്റെ ഒരു രസം, ഒരു പാലക്കാടിലെ തസ്രാക്ക്, പാലക്കാടിൻ്റെ ഒരു ഭംഗിയിലാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഒല്ലോ ഇങ്ങനെയൊക്കെ സൂര്യാസ്തമയത്തെ പറയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ സൂര്യൻ ഉദിക്കുമോ. അതായത് ഇങ്ങനെ എന്താ ചെൺമണ്ണിൻ്റെ വർണ്ണം വല്ല അങ്ങനെ എന്തൊക്കെയോ എനിക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ, അതായത് ജസ്റ്റ് ഒന്നുള്ളൂ, അതായത് കുറേ കാലങ്ങളുടെ കഥയാണ് ഇത് ഖസാക്കിൻ്റെ ഇതിഹാസം. പക്ഷെ ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുന്ന ഓരോ രീതിയിലാണ്. അങ്ങനെ എന്ത് രസമല്ലേ. എനിക്കിങ്ങനെ ആ എസ്റ്റസ് കിട്ടും. അന്ന് ആ ലോക്ക്ഡൗണിൻ്റെ സമയമാണ്, ആരുമില്ല, എൻ്റെ റൂമിൽ ഞാൻ ഒറ്റക്കാണ്, ചെയ്യാനൊന്നുമില്ല. അതും ഒരു പ്രിവിലേജ് ആയിരിക്കും മേ ബി. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയൊരു കൂട്ടായിരുന്നു ഇങ്ങനെ പുസ്തകങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇവൻ എനിക്ക് ചില്ലറ ഇടങ്ങാറിൽ ഉണ്ടായി തന്നെ. കാരണം +1 ഇവൻ ഈ സാധനം എനിക്ക് പറഞ്ഞാണ്. അത് ഇവന്റെ ഏതോ ഒരു നോട്ട്ബുക്കിന്റെ കൈ കിട്ടി. ഇവൻ മറിക്കരുത് എന്ന് പറഞ്ഞു. മറിക്കരുത് നമ്മൾ എന്ത് ചെയ്യും, മറിക്കും. ഞാൻ മറിക്കുമ്പോ ഉണ്ട് ഇത് ഇങ്ങനത്തെ ഏതോ ഒരു ബുക്കാണ്, ഈ ബുക്കാണ് തന്നെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ പറഞ്ഞ ഞാൻ വായിക്കുന്നൊക്കെ എഴുതി വെക്കലുണ്ട്, ഇഷ്ടമുള്ള വരിയൊക്കെ എഴുതി വെക്കും. എനിക്കത് ഒട്ടും പറ്റൂല. എത്രത്തോളം എന്ന് വെച്ചാൽ ചില വാക്ക് മനസ്സിലാക്കിയില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അർത്ഥത്തിന് കൊടുക്കും. അതിനെക്കൂടെ വലിയ മണ്ടത്തരവും പറ്റീന്. ഇപ്പോൾ ഖസാക്കില് മാഷ് മരിക്കുമല്ലോ, ലാസ്റ്റ് മാഷ് മരിക്കും, രവി മാഷ് മരിക്കും. പക്ഷെ അത് എനിക്കറിയില്ല വായിച്ചിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ വായിച്ചിട്ട് ഹായ് നല്ലൊരു ബുക്ക്, എനിക്ക് ഖസാക്ക് ഇഷ്ടമായി. ഐ മീൻ അതിൽ അള്ളാഹ് പിച്ചാമുല്ലാക്കാൻ ആ സീനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിൽ അങ്ങനെ എൻ്റെ സീനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം അതിൽ ഏറ്റവും ടോപ്പ് സീൻ രവി മാഷ് മരിക്കുമ്പോൾ ആ നീതി പൂർത്തിയായല്ലോ, മരിക്കുവോ. അതായത് എനിക്ക് ഇങ്ങനെ വാക്ക് നോക്കിയിട്ട് അല്ലെ എനിക്ക് പറ്റൂല, അങ്ങനെ ഞാൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ വായന ഇട്ടും മുന്നോട്ടില്ല. ഐ മീൻ എസ്പെഷ്യലി അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബുക്ക് പോലും വായിക്കാത്തത്. അതായത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ആ ഫ്ലോനെ തടിയും. നമ്മൾ എസ്പെഷ്യലി ഫിക്ഷനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞാൽ അത്രയും ഒഴിവ് സമയവും ഫ്രീ ഒക്കെ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒക്കെ ഒരു ലെവലിലായിരിക്കും ഈ ലോക്ക്ഡൗൺ ഒക്കെ ഭയങ്കര അനുഗ്രഹിച്ചത്. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനെ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിപ്പോ 1 മണിക്കൂർ തികയും ഇല്ല. ചെറുത് പറഞ്ഞുതരാം. അസ്തമയത്തെ കുറിച്ച് പറയണേ. ഇരുളുന്ന ചുകപ്പിൽ കരിമ്പനകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ച് നോക്കട്ടെ വിഷ്വലി. കരിമ്പനകളുടെ ചക്രവാളത്തിൽ സന്ധ്യ കറുത്തു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ വെവ്വേറെ സ്ഥലത്ത് മൂപ്പര്. ഞാൻ അതിങ്ങനെ അടുപ്പിച്ച് തന്നെ എഴുതി വെക്കുക. കാരണം ഇയാളെന്താ കാണിക്കുന്നത്. നമ്മളൊക്കെ കഥ എഴുതാൻ തുടങ്ങുന്ന ഒരു സമയമാണല്ലോ. ആ സമയം എന്ന് പറഞ്ഞാൽ കഥ എഴുതാൻ തുടങ്ങുന്ന സമയമാണ്. കഥ, കവിത എങ്ങനെയൊക്കെ എഴുതി. അസ്തമയം ചെമ്മണ്ണിന്റെ നിറം മാറ്റിയിരിക്കുന്നു, സന്ധ്യ കറുക്കുന്നു, തണുക്കുന്നു. അങ്ങനെ കുറേ ഇത് ഫുള്ള് ഇതിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പൊ കണ്ട ഒന്നും കിട്ടൂല. അപ്പൊ ഇതാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്തത്. അതായത് എനിക്കൊരു രസമല്ല. ഈ ഖസാക്കിലാണ് എനിക്ക് അങ്ങനെ ഒരു എസ്റ്റസ് കിട്ടി. പിന്നെ ഖസാക്കും എന്താ വെച്ചാൽ കോളേജിൽ കുറെ ആൾക്കാരുണ്ട്, എന്താ സീനിയേഴ്സ് ഉണ്ട്, അന്ന് മെന്റർ ഉണ്ട്, അധ്യാപകരുണ്ട്. അപ്പൊ കോളേജിൽ എനിക്ക് ഓർമ്മ ഉണ്ടാറിയില്ല, ഖസാക്കിന്റെ ഒരു സെഷൻ വെച്ചിരുന്നു. എല്ലാ അധ്യാപകരും വട്ടത്തിലിരുന്നിട്ട് ഖസാക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. അന്നൊക്കെ ഉണ്ടായിരുന്ന എന്തോ ഒരു പൊലിവാണ്. എന്തോ എനിക്ക് അങ്ങനെ ഒരു പൊലിവ് വായനയെ കിട്ടി. വായിക്കുന്നത് വെറുതല്ല, അതായത് ഇങ്ങനെ പരന്ന് വായിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ റിഫ്ലക്ട് ചെയ്യും എപ്പോഴെങ്കിലും ഒക്കെ. അപ്പം ഈ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഈ വായിക്കുന്നതൊക്കെ അതിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളെ ലൈഫിൽ അത് ബേസിക്കലി അത് റിഫ്ലക്ട് ചെയ്യാതെ പോയാൽ പ്രശ്നമാണോ? ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു പുസ്തകം വായിച്ച്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ നേടുന്നുണ്ട്. നമ്മളെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അത് സ്വകാര്യ ജീവിതത്തിൽ എത്തുമ്പോൾ ചെറുതാണോ, നമ്മൾ വളരെ ചെറുതായി പോകുന്ന ഒരു മനുഷ്യനായി പോകുന്നുണ്ടോ? ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു, ഒരു ഫുഡ് കഴിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറും കഴിച്ച് ഇങ്ങനെ നടന്നു പോയിട്ട് ആ വേസ്റ്റ് നമ്മൾ നിലത്തിടുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേടിയിട്ടും ഇൽമ നേടിയിട്ടും അല്ലെങ്കിൽ വായിച്ചിട്ടും അറിവുണ്ടായിട്ടും നമ്മൾ വേസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലെന്തോ ഒരു എഫക്റ്റീവ്നെസ് കുറവുണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മളെ അറിവ് ഈ വായിച്ചത് മൊത്തം ഉപയോഗപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണോ? അതായത് നമ്മളെ വായന അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ? ഇപ്പോൾ ഓൻ ചോദിച്ചതിന് വേറൊരു സെൻസിൽ വേറെ സ്വഭാവത്തിൽ ചോദിക്കുകയാണെങ്കിൽ വായിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടോ?
ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വായിക്കുന്ന ആളെന്തായിരിക്കും, ഒരു നല്ല ആളായിരിക്കും, ടോപ്പായിട്ട് അയാൾ പറയുന്നതൊക്കെ കേൾക്കും, അയാൾ പറയുന്നതൊക്കെ അംഗീകരിക്കും, അറിവുള്ള ആളാണ്. ഇത്തരത്തിൽ സാഹിത്യത്തിൽ ഇപ്പോൾ എസ്പെഷ്യലി 2 കവിത ഒക്കെ ചെയ്താണെങ്കിൽ ഒക്കെ ടോപ്പാണെന്നാണ്. പക്ഷേ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് റസൂലിനെ എടുത്ത് നോക്കാം. നുബുവത്തിന് മുമ്പുള്ള നുബുവത്തിന് മുമ്പ് റസൂൽ നല്ല ക്വാളിറ്റി ഇല്ലേ? ആ കാലത്ത് ഏറ്റവും നല്ല ആളായിരുന്നു, ഏറ്റവും നല്ല ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു 5 ആൾക്കാർ ലിസ്റ്റ് എടുത്താൽ എന്തായാലും എന്തുണ്ടാവും? പ്രവാചകൻ ഉണ്ടാവും. പക്ഷെ പ്രവാചകൻ എഴുതാൻ അറിയാനോ, വായിക്കാൻ അറിയാനോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ വായന എന്ന് പറയുമ്പോൾ നല്ല ആള് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് എന്തോ ഒരു പവർ എന്നൊക്കെ പറയുമ്പം ഏതെങ്കിലും സ്വഭാവത്തിൽ ഉണ്ടാവും. പക്ഷെ അതേ സ്വഭാവത്തിൽ അതേപോലെ തന്നെ അങ്ങനെ അങ്ങോട്ട് തീരെഴുതി കൊടുക്കുമ്പോഴും എന്തോ ഒരു പ്രശ്നം വായിക്കണം എന്നുള്ള ഡൗട്ട് ഇല്ലല്ലോ. അവിടെയും കുറച്ച് എനിക്ക് നല്ല എക്സ്പ്രസ് ചെയ്യട്ടെ. എന്തായാലും വായിക്കണം എന്ന് എന്റെ അഭിപ്രായം. വായന ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഒരാൾക്ക്? ഇപ്പൊ ഫിക്ഷന്റെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഒരാള് വായിക്കുമ്പോ, ഇപ്പൊ ഇന്ന് ഞാൻ കേട്ടൊരു സാധനമാണ് അഷ്ഫാഖ് ജാഫർ പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത്. അത് ഞാനൊക്കെ കുറച്ച് മുമ്പ് വരെ വിചാരിച്ചിരുന്നു വായനയിലൂടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പറയെങ്കിലും നമുക്ക് കുറെ പദസമ്പത്ത് കിട്ടും, കുറെ കഥകൾ കിട്ടും. പക്ഷെ ബേസിക്കലി സംഭവിക്കുക നമ്മൾ വേറൊരു നമുക്ക് ആകെ ഒരു ജീവിതം ജീവിക്കാനുള്ള അവസരമല്ലേ ദുനിയാവിലുള്ളൂ. അതിൻ്റെ അപ്പുറം എന്താ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഖസാക്ക് വായിക്കുമ്പോൾ ഞാൻ രവി ആവുന്നു, അല്ലാ പിച്ചാമല്ലാക്കാവുന്നു. അപ്പോൾ ഞാൻ ശരിക്ക് അവിടെ ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെയും ലൈഫും അവരൊക്കെ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ആടുജീവിതം ആകുമ്പോൾ ഞാൻ ആ മരുഭൂമിയിലുണ്ട്, നമ്മൾ ആ ഒരു ലൊക്കേഷനിലും ക്യാരക്ടേഴ്സിനേറ്റും അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത സാധനം അത് സൈക്കോളജിക്കലി, ഞാൻ പഠനമൊന്നും കണ്ടില്ല കേട്ടോ, മൂപ്പര് പറയുന്നത് വെച്ചിട്ട് പറയണേ, സൈക്കോളജിക്കലി അത് നമുക്ക് നമ്മുടെ തലേൻ്റെ ഉള്ളിൽ ഒരു റീഡിങ് ഒരു പരിപാടി മാത്രമല്ല നമ്മളെ തലേൻ്റെ ഉള്ളിൽ നടക്കുക. നമ്മൾ ശരിക്കും ആ സിറ്റുവേഷനിലെത്തും. കോംപ്ലക്സ് ആയിട്ടുള്ളൊരു നോവലുകൾ ഫിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, അത്രയും കോംപ്ലക്സ് ആയിരിക്കുമല്ലോ. ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 അതാണല്ലോ ആൾക്കാർ പിടിച്ചെടുത്ത് അങ്ങനെ ഭയങ്കര ഇടങ്ങേറ് പിടിച്ചതാണല്ലോ. ഇപ്പോൾ ആൽക്കമിസ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ അയാളുടെ പിന്നാലെ അങ്ങനെ പോവുമായിരിക്കും. അപ്പോൾ ഇയാൾ പറയുന്നത്, മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ തലൻ്റെ ഉള്ളിൽ സംഭവിക്കുക നമ്മൾ ആ വാക്കുകൾ ഇങ്ങനെ വായിച്ച് പോലെ മാത്രമല്ല, നമ്മൾ ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഇപ്പോൾ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിച്ചിട്ട് നമ്മൾ റെസിലിയൻ്റ് ആവണം, അടിപൊളി ആവണം, നിങ്ങൾ ഇത് ഇവിടുന്ന് എടുത്തു വെക്കണം, അത് അവിടുന്ന് എടുത്ത് വെക്കണം എന്നുള്ളതിൻ്റെ അപ്പുറം നമ്മൾ അങ്ങനെ ഒരാളുടെ ജീവിതം ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അതായത് ഏതൊരു കഥയിൽ പറയുന്നുണ്ട്, അത് വായന എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിവിലേജാണ്. ഒരു ഇഞ്ച് പോലും നീങ്ങാതെ ഒരാളുടെ ജീവിതം ജീവിക്കാൻ പറ്റുക, അതിനെക്കാട്ടിയും പ്രിവിലേജ് എന്താ? നമ്മൾ എവിടെ കിടന്നിട്ട് നമുക്ക് ഒരു ഫുൾ ലൈഫ് ടൈം ഒരാളെ വായിക്കാലോ. അത്ര രസമുള്ള പരിപാടിയാണ്. വായനക്ക് ഗുണങ്ങളുണ്ട്, പക്ഷെ വായിക്കാത്ത ഒരാളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്നതും പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഇപ്പം വായന അല്ലാണ്ട് എന്തൊക്കെ രീതിയിൽ ഒരാൾക്ക് അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് നമ്മളൊരു ചരിത്ര വായന ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ചരിത്ര വായന പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും പുസ്തകങ്ങൾ വരിക? ഇപ്പം മലബാറിൻ്റെ ചരിത്രം ഫോർ എക്സാമ്പിൾ, മലബാറിൻ്റെ ചരിത്രം പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ മലബാറിൻ്റെ ചരിത്രം പഠിക്കാൻ പോവുകയാണെങ്കിൽ അയാൾ ഏതൊക്കെ നോക്കും? എഴുതപ്പെട്ട പുസ്തകങ്ങൾ നോക്കും. അതാരൊക്കെ എഴുതിയതാണ്? ഓൾമോസ്റ്റ് മലബാർ ഹിസ്റ്ററി എഴുതപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ്. അതിൽ മുസ്ലിങ്ങളെ മാപ്പിളകളെ പ്രോബ്ലമാറ്റിക് ആയിട്ട് പ്രശ്നമാക്കിയിട്ടാണ് അതിൽ എഴുതപ്പെട്ടുള്ളത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വായിച്ചറിവുണ്ടാക്കി നിൽക്കുകയാണെങ്കിൽ അയാൾ എന്താ സംഭവിക്കാടാ? തീർത്തും ആ മാപ്പിള സമരമായിട്ട് ബന്ധപ്പെട്ട് തീർത്തും മണ്ടത്തരത്തിലേക്കാണ് പോവുക. മണ്ടത്തരം മീൻസ് ഓൾമോസ്റ്റ് മിസ്ലെഡ് ആയിരിക്കും. അപ്പോൾ നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു ഷംസാദ് ഹുസൈൻ ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. അതായത് നേരെ മറിച്ച് അവിടെ മാപ്പിള ചരിത്രം, ഓൾമോസ്റ്റ് മാപ്പിള ചരിത്രം പല സ്വഭാവത്തിലാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടത്. പല പാട്ടുകളിലൂടെ ചരിത്രം, വാമയിലൂടെ. ഇത് ഓറൽ ഹിസ്റ്ററി, ഇത് വലിയൊരു ഡിബേറ്റാണ്. അതായത് ഓറൽ ഹിസ്റ്ററി, റിട്ടൺ ഹിസ്റ്ററി എന്നുള്ളൊരു ഡിബേറ്റ്. അപ്പം ഏതാണ് ഏറ്റവും നല്ലത്, ഏതാണ് സ്വീകരിക്കാൻ പറ്റുക? അതേപോലെ തന്നെ ഇന്ത്യൻ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കാണുന്ന എഴുതപ്പെട്ട സാധനങ്ങളൊക്കെ ഒന്നെങ്കിൽ അമ്പലത്തിന് മുമ്പിൽ എഴുതപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ രാജാക്കന്മാരെ കൊട്ടാരത്തിൽ എഴുതപ്പെട്ടതായിരിക്കും, ഇൻസ്ക്രിപ്ഷൻസ്. അതാണ് വലിയൊരു എവിഡൻസ്. അപ്പോൾ ഈ എഴുതപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രം പ്രതിനിധീകരിക്കുന്നത്, വളരെ ലിമിറ്റഡ് ആൾക്കാരുടെ ചരിത്രം മാത്രം പറയുക, അല്ലെങ്കിൽ ഒരുമാതിരി മിസ്ലെഡ് ആയിട്ടുള്ള ചരിത്രം പറയുന്നത്. ഇത്തരത്തെ സ്വഭാവത്തിലാണ് ഈ അപ്പം വായന മൊത്തം നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമല്ലേ? അപ്പോൾ റീഡിങ് ഒരു പ്രശ്നമാണ് അവിടെ. വയലൻസ് ഉണ്ട്. അതേപോലെ തന്നെ വെറുതെ പോയിട്ടുണ്ട് ഇത് പറഞ്ഞു ഇത് വായിക്കുക അല്ലാണ്ട് വേറെ ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു MS പാണ്ഡ്യൻ്റെ ഒരു റൈറ്റിംഗ് ഓർഡിനറി ലൈഫ്സ് ഉണ്ട്. ഇപ്പോൾ വായിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിൽ മൂപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ആത്മകഥകൾ എടുത്തിട്ട്
ആ 2 ആത്മകഥകൾ എങ്ങനെയാണ് ഓലെ ഒരു ദളിത് ജീവിതത്തിനെ അതിൻ്റെ പല ഓറിയൻറ്റേഷൻ സ്വഭാവത്തിൽ ഇങ്ങനെ പറയാനാണ് ആ ആർട്ടിക്കിൾ ചെയ്യുന്നത്. ദളിത് ജീവിതത്തിന് പല ഓറിയൻറ്റേഷൻ, പല ബുദ്ധിമുട്ടുകൾ. ഇപ്പം അതൊരു ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നാൽ ഒരു ഡിസ്കഷനാണ്. അതായത് ഒരു സാധനം തിയറി ആവണമെങ്കിൽ അല്ലെങ്കിൽ സാധനം എല്ലാവരും അംഗീകരിക്കണമെങ്കിൽ അതിങ്ങനെ റിട്ടേൺ ഫോർമാറ്റിൽ ഒരു റിട്ടേൺ സ്ട്രക്ചറിൽ വന്നാലാണ് അതെല്ലാവരും അംഗീകരിക്കുക. ആ സ്ട്രക്ചർ ആര് തീരുമാനിക്കുന്നതാണ്? ഇങ്ങനത്തെ ഒരു വലിയൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിബേറ്റിലേക്ക് MS പാണ്ഡ്യൻ പറയുകയാണ് ഇങ്ങനെ റിട്ടേൺ സ്ട്രക്ചർ മാത്രമല്ല ഇങ്ങനത്തെ ജീവിതങ്ങൾ, പക്ഷേ ഇതൊരു റിട്ടേൺ സ്ട്രക്ചർ ആണെന്നുള്ള വേറെ ചർച്ച. പക്ഷെ ഇങ്ങനത്തെ റൈറ്റിംഗ്, അതായത് സാധാരണ ആത്മകഥകൾ എന്താണ്, ആൾക്കാരെ പല സ്വഭാവത്തിലും സ്വാധീനിക്കും. ഇതിൽ പല പോയിന്റുകളും തിയറി ആവാതെ തന്നെ പലർക്കും പല കോലത്തിൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതൊക്കെയാണ് MS പാണ്ഡ്യനിൽ പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാൽ വായിക്കല്ലാണ്ട് തന്നെ പല സ്വഭാവത്തിലും ജീവിതത്തിലൂടെ ഒരാൾക്ക് പഠിച്ചൂടെ. ജീവിതങ്ങൾ കണ്ടിട്ട് അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകളില്ലേ, അതായത് കുറേ വായിച്ചിട്ടൊന്നുമില്ല, നേരെ മറിച്ച് അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ പച്ചയായ ജീവിതാനുഭവങ്ങൾ അവർ അത്രയും എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വായിച്ചില്ല, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊന്നും ആർട്ടല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? അതൊരു ടൈപ്പ് ഓഫ് വയലൻസ് അല്ലേ. ഇനി ഒരു സിനിമ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറേ സിനിമ കാണുന്നുണ്ടാവും, അയാളെ സംബന്ധിച്ചിടത്തോളം സിനിമയായിരിക്കും കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന ആളല്ല, നിങ്ങൾ വായിക്കുന്ന ആളല്ല, അതുകൊണ്ട് നിങ്ങൾ സിനിമ ഒന്നും രസമല്ല, നിങ്ങൾ സിനിമ ഒന്നും കാണാൻ പറ്റില്ല, മോശമല്ലേ? ഞാൻ പറയുന്നത് വെച്ചാൽ വായന അല്ലാണ്ട് തന്നെ പല സ്വഭാവത്തിൽ ആവിഷ്കാരങ്ങൾ ഉണ്ടാവില്ലേ. വായന എന്നുള്ളടത്ത് എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നുള്ള ഒരു പ്രശ്നമല്ലേ. സിനിമ എന്നുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആലോചിക്കണ എല്ലാം വായനയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വായിക്കുക എന്നുള്ളതിന്റെ അപ്പുറം ചിന്തിക്കണം. ബേസിക്കലി എല്ലാവരും ചിന്തിക്കണം എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ടോ? മനുഷ്യന്റെ അങ്ങനല്ല, ഒരു മനുഷ്യന് വ്യത്യസ്തനാവുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാനും ഡെവലപ്പ് ചെയ്യാനും ഫിലിം ഇങ്ങനെ കരസ്ഥമാക്കിക്കൊണ്ട് ഇങ്ങനെ വികാസം പ്രാപിക്കുമ്പോഴല്ലേ. അപ്പൊ അതിലേറ്റവും നല്ല മീഡിയം വായന ആയിട്ടാണ് പലപ്പോഴും പ്രൊപ്പോസ് ചെയ്യാറുള്ളത്. വായന എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ കൃത്യമാക്കേണ്ടത്. പിന്നെ എന്താ വായിക്കുക, എന്തായാലും ബേസിക്കലി ഇങ്ങനെ ഒരു നോഷൻ ഉണ്ട്, അതായത് വായിച്ച ആൾ അടിപൊളിയാണ്. ഈ മറ്റേ ഇത് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നില്ലേ? നേരത്തെ നമ്മളിങ്ങനെ എപ്പിസോഡിന് മുമ്പ് ഡിസ്കഷൻ ചെയ്തപ്പം വന്നൊരു സാധനമാണ് ഇത്. പ്രോബ്ലമാറ്റിക് ആണെന്ന് അറിയില്ല, എനിക്ക് തോന്നിയൊരു സാധനം. അതായത് ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ ഓർമ്മ ഉണ്ടോ? നിലമ്പൂർ ഇലക്ഷൻ ബൈ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷനിൽ 2 ആൾക്കാരുണ്ടായത്, ഒന്ന് സ്വരാജും ഒന്ന് ആര്യാടൻ ഷൗക്കത്തും. അതിൽ സാംസ്കാരിക കേരളം ആരപ്പുറം നിന്നേ? സ്വരാജിന്റെ ഒപ്പം. എന്തുകൊണ്ട് സ്വരാജിന്റെ ഒപ്പം സാംസ്കാരിക കേരളം നിന്നേ? അതായത് ഫുൾ ഔട്ട് ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാമ്പയിനിൽ സ്വരാജിന്റെ ലൈബ്രറി വാസ് എ ടോപ്പിക്. സ്വരാജിന് കുറെ പുസ്തകം ഉണ്ട്, സ്വരാജ് കുറെ വായിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ എന്ത് ചെയ്യാണ്, കുറെ ആർട്ടിസ്റ്റ്. ഞാൻ നിലമ്പൂരിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വോട്ട് സ്വരാജിനായിരിക്കും. സ്വരാജ് തോറ്റപ്പോൾ എന്താ വന്ന ക്യാപ്ഷൻ? സാംസ്കാരിക കേരളം തോറ്റു. ഇപ്പോഴത്തെ ആരാ വെക്കുന്നേ? ആര്യാടൻ ഷൗക്കത്ത്. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സിനിമക്ക് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും ഇയാളെന്താ സാംസ്കാരികനല്ലേ. അപ്പം വായിക്കുന്ന ആൾക്ക് മാത്രം എന്ത് ചെയ്യുക, ഒരു ടൈപ്പ് ഓഫ് സാധനം കൊടുക്കുക, ഇയാളെന്തോ നല്ലതാണ്, ഇയാളാണ് നമ്മളെ നയിക്കേണ്ടത്. അങ്ങനെയാണ് ഹിറ്റ്ലർ നമ്മളെ നയിക്കേണ്ടത്. കാരണം ഹിറ്റ്ലർസ് ലൈബ്രറി എന്നൊരു പുസ്തകമുണ്ട്, ഹിറ്റ്ലറിന്റെ മൊത്തം അത്രക്കും ടോപ്പ് ഓഫ് കളക്ഷൻ, പുസ്തകത്തിന്റെ കളക്ഷൻ എന്തുണ്ട്, ഹിറ്റ്ലറിനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാൽ വായിക്കുന്ന ആൾക്ക് എന്തോ ഒന്നായിട്ട് കൊടുക്കുക, വായിക്കുന്ന ആൾക്ക് എന്തോ സംഭവമാക്കുക, വായിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നക്കാരെന്ന് പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. നിങ്ങളൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകം ഒരു പുസ്തകം പറയാനല്ല, ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ നിങ്ങളെ പിടിച്ചു നിർത്തിയ ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് കംപ്ലീറ്റ് ആകാത്ത പുസ്തകങ്ങൾ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും മൊമെന്റുകൾ ഉണ്ടാവും? പിടിച്ചിരുത്തി എനിക്ക് ഓൾമോസ്റ്റ് ഫിക്ഷൻ, എസ്പെഷ്യലി ഫാൻറ്റസി ജോണർ വരുമ്പം തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നും. ഞാൻ പറഞ്ഞില്ല ഹാരി പോട്ടർ, മേ ബി അതുകൊണ്ട് ഇക്കാരം ഓഫീസിന് കുറേ ഉണ്ട്. ഓഫീസ് ചിന്തിക്കുക. ഞാനൊരു പുസ്തകം വായിച്ച് അത് പകുതിയായി, അത് ഞാൻ ഒരാൾക്ക് കൊടുത്ത്, പക്ഷെ തിരിച്ചു വന്നില്ല. തിരിച്ചു വരുന്ന പ്രതീക്ഷ പുസ്തകമായിരുന്നു, എന്തെങ്കിലും തിരിച്ചു വരുന്ന പ്രതീക്ഷ പുസ്തകമായിരുന്നു. പക്ഷെ ആ വാശിക്ക് ഞാനത് പിന്നെ വായിച്ചിട്ടില്ല. അത്ര ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. പുസ്തകം പേരൊന്നും പേര് പറയുന്നില്ല, പക്ഷെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഞാൻ ഒരാൾക്ക് കൊടുത്തു, പക്ഷെ അത് ഒരിക്കലും പിന്നെ തിരിച്ചു വന്നില്ല. നമ്മളിന്ന് ഇരുന്നിട്ട് ഈ നോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്തിയാണ്. ഈ നോട്ട് എഴുത്ത് ഭയങ്കര അലമ്പ് പരിപാടിയാണ്, ഫ്ലോനെ നഷ്ടപ്പെടുത്തും, സമയം കൊല്ലും. അപ്പോൾ ഒരു ടൈം എത്തിയപ്പോൾ വായിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടാണ് വായിക്കുക. ഫോണിൽ ഗൂഗിൾ എടുത്തിട്ട് സ്കാൻ ചെയ്യും, ആവശ്യമുള്ള ഭാഗം ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നോട്ട് കിട്ടി. അപ്പോൾ എനിക്ക് കീപ്പ് നോട്ട്സിൽ ഭയങ്കര വലിയ ടാബ് ഉണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ അന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതാണ്. വളരെ കുറച്ച് മുമ്പാണ് ഇത്. പടാന്ന് പറഞ്ഞിട്ടൊരു ലേബലുണ്ട്. പടാനുള്ളിൽ ഞാൻ കുറേ ലേബൽസിൽ ടോപ്പിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ആകാശം, മിഠായി, മഴ,
എന്താ രാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടോപ്പിക്. എന്നിട്ട് വായിക്കുമ്പോൾ നല്ല രസമുള്ള സിമിലികളൊക്കെ ഉണ്ടല്ലോ, അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഇവിടെ ഈ ഒരു അവസരത്തിൽ ആഫീസ് പറഞ്ഞു തീർക്ക്. ആഫീസ് അകാലങ്ങളിൽ എഴുതി വെച്ചൊരു കവിത അപ്പോ ഇങ്ങനെ കുറെ സാധനങ്ങൾ അതിലുണ്ട്. അപ്പോ അതില് ഞാൻ വെറുതെ ബുക്ക് അടിച്ചപ്പോ അതിൽ വന്നൊരു സാധനം, അതായത് ഞാൻ ആർക്കും ബുക്ക് കൊടുക്കല്ല, എനിക്ക് ആകെ കുറച്ച് ബുക്കുള്ളൂ, എല്ലാം പബ്ലിക് ലൈബ്രറിന്നാ വായിക്കുക. കുറച്ച് ബുക്ക് വീട്ടിലുണ്ട്, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പെറുക്കി കൊടുക്കുന്നത്, അതും വേറെ ലൈബ്രറിയിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോ ആ അതല്ല, എന്നിട്ട് എന്റെ വീട്ടിലേക്ക് ഒരു ദിവസം നമ്മളെ ക്ലാസ്സിലുള്ള 2 ആളുകൾ വന്ന്, ഞാൻ പേര് പറയുന്നില്ല, എന്നിട്ട് ഓര് വന്നിട്ട് വൻ പൊലിവ്, ഹാഫിസിന്റെ വീട്ടില് കുറെ പുസ്തകമൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ഹാഫിസിനും പൊലിവ്, എന്റെ വീട്ടിൽ അങ്ങനെ പറയുമ്പോ നേരത്തെ പറഞ്ഞ ഈ പ്രിവിലേജ് വായിക്കുന്ന കുട്ടിയാണല്ലോ. അവൻ ഓരോരുത്തർ ബുക്ക് എടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര ബേജാറ്. പിന്നെ അവര് കുറെ പൊലിവാക്കുകയും ചെയ്ത് ഇതൊക്കെ തിരിച്ചു തരണട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തന്നെ 8 ബുക്ക് എടുത്ത്, മറ്റോ 3 ബുക്ക് എടുത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അങ്ങനെ പോകാനൊന്നും പറ്റൂല, ഞാൻ എഴുതി വെച്ച് നോട്ടില്, കീപ് നോട്ട്സിൽ എഴുതി വെച്ച് ഇവൻ ഈ പുസ്തകം അത് 2022 നടന്ന സംഭവം. അതിനുശേഷം ഞാൻ ഇന്നാണ് അത് കാണുന്നത്. ആ പുസ്തകം ഒന്നും തിരിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് ഇപ്പൊ മെസ്സേജ് എൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുത്തു, മര്യാദക്ക് ഇതിലേക്ക് 2 ദിവസത്തിനുള്ളിൽ കൊറിയർ അയച്ചോ. അഡ്രസ്സാണ് ഹാഫീസ് സ്റ്റോറിയൊക്കെ കിട്ടിയിരുന്നു. ഞാൻ സയ്യിദ് ഹാഫീസ്, കോട്ടക്കൽ ഷൗക്കത്തിന്റെ മകൻ, കൊറോണ കാലത്ത് പുസ്തകങ്ങൾ തേടുന്നു, ഈ വിലാസത്തിലേക്ക് അയക്കുക. ഇൻസ്റ്റയിൽ സ്റ്റോറി ആ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. എനിക്ക് നിങ്ങളെ ഇപ്പത്തെ ഒരു വായന എന്താ? അതായത് അതിനൊക്കെ ശേഷം ഡൽഹിയിലൊക്കെ നമ്മളിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ തുടങ്ങി, കോളേജ് മാറി, കുറച്ചുകൂടി PG യൂണിവേഴ്സിറ്റി PG, പിന്നെ ഉപ്പ്. എനിക്ക് തോന്നുന്നത് നമ്മളെ വായനയിലൊക്കെ ഒരു ഇങ്ങനെ ഒരു ഉപ്പ് തുടങ്ങിയതിന് ശേഷം നമ്മളെ വായനയിൽ ഭയങ്കര മാറ്റം. വായനക്ക് മീനിങ് വന്നത് കുറെ അർത്ഥത്തിൽ ഈ ഉപ്പിന്റെ പഠനങ്ങൾ വന്നപ്പോഴാണ്. ഐ മീൻ നമ്മൾ വായിച്ചതിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇൻ്റഗ്രേഷൻ സാധിച്ചത് ഉപ്പിലെ എപ്പിസോഡുകൾ വരുമ്പോൾ നമ്മൾ ഇതുവരെ വായിച്ചത് ആഡ് ചെയ്യാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വായിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ പറ്റി. പിന്നെ ഇപ്പോൾ വായിച്ചു വെച്ച സാധനങ്ങൾ തന്നെ അത് എവിടെയും പ്രയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഐ മീൻ പ്രയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും പലയിടത്തും സ്പേസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇപ്പം മിനാജ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു, നമ്മുടെ ചെറുപ്പത്തിൽ ഇവരെല്ലാവരും മിനാജ്, ഫദ്ൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഓരോരുത്തരും ഫിക്ഷൻസ് കാര്യമായിട്ട് വായിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചൊരു പുസ്തകമായിരുന്നു മറ്റേ വിഹായസിന്റെ പെരുമാറിൽ, UK അബൂസാലിന്റെ പാട്ടുപുസ്തകം. എന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷേങ്കിൽ അന്ന് എനിക്ക് ആ പുസ്തകത്തിനോടും അതിലുള്ള പാട്ടുകളോടും കണ്ണുകളും ഓരോ പാട്ട് കിട്ടും. അതിൽ ഓരോ ഫാമിലിനെ കുറിച്ചൊരു പാട്ട്, KC ഫാമിലിനെ കുറിച്ചൊക്കെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായില്ലേ UK അബൂസാല, അതുവരെ ഞാൻ കാണാണ്ട് പഠിച്ചിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടുകയായിരുന്നു. അങ്ങനെ അതൊന്നും ലോകത്ത് എവിടെയും പെടൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ ക്യാമ്പസിലെത്തി, അത് പിന്നീട് ക്യാമ്പസിന് ഉരുനീളം അങ്ങനത്തെ പാട്ടുകൾക്ക് ഭയങ്കര സെലിബ്രേഷൻ, അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ അങ്ങനെ അന്ന് വായിച്ച ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പാട്ട് മാത്രമല്ല, അങ്ങനെ എവിടെ ഉപകാരപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന പുസ്തകങ്ങൾ. പക്ഷെ അത് പിന്നീട് ഇങ്ങനെ നമ്മളെ പോഡ്കാസ്റ്റിലൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന സംഗതികൾ അന്ന് വായിച്ച, ചെറുപ്പത്തിൽ നമ്മളെന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു താല്പര്യം കൊണ്ട് വായിച്ച പുസ്തകങ്ങൾ ഇപ്പോൾ പോഡ്കാസ്റ്റിൽ അങ്ങനെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പല എപ്പിസോഡുകളിലും വായന നിന്ന പോലെ ഇതിലേക്ക് മാത്രം വായിക്കുക, വായന പല നിലക്കും വായിക്കാൻ വേണ്ടി വായിക്കാൻ സമയമില്ല. അതായത് ആ രസം വിട്ടുപോയി. അതായത് ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ ഒരു വിഷയം പഠിക്കാൻ നമ്മൾ ചിലപ്പോൾ ആഴ്ചകൾ മാസങ്ങളൊക്കെ എടുക്കുമല്ലോ, പക്ഷെ നമുക്ക് കുറേ സാധനം നോക്കണ്ടാവും. എനിക്ക് എത്ര വന്നാലും മതി വരില്ല. കുറേ വായിച്ചാലും എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബേജാറായിരിക്കും. ഞാൻ അങ്ങനെ വായിച്ച് ചില പുസ്തകങ്ങളൊന്നും പൂർത്തിയാക്കൂല, വേണ്ട ചുട്ടോ. അത് വേറെ ടൈപ്പ് വായനയാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് എന്ത് വായിക്കണം എന്നുള്ളതല്ല, എന്ത് വായിക്കരുത് എന്നുള്ളതിലാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഈ സെലക്റ്റീവ് റീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ ഈ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്. അഫ്താബ് പറയും ഇന്ന ദിവസം ഇത് ചെയ്യണം, എന്നാലും നമ്മൾ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടി മറിച്ച് എരപ്പാക്കും. കുറേ സാധനങ്ങൾ നോക്കാണ്ടാവും, കുറേ വായിക്കാൻ. പിന്നെ ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്യണമല്ലോ തലയിൽ ഇട്ടിട്ട്. അപ്പോൾ മൊത്തത്തിൽ വായന എന്നുള്ളതിൻ്റെ രസം വിട്ടിട്ട് അങ്ങനെ ഫാസ്റ്റ് റീഡിങ് നോക്കുക. ചിലപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ നോട്ട്ബുക്ക് LLM-ലിടും, എന്നിട്ട് അതിൻ്റെ സമ്മറി നോക്കും. അങ്ങനെയൊക്കെ ഒരു എക്സാമൊക്കെ ആകുമ്പോൾ ഫുള്ള് അങ്ങനെ നമുക്ക് കുറേ. ഇപ്പോൾ ഫിലിം തിയറിയൊക്കെ, എനിക്ക് ഫിലിം തിയറിൻ്റെ കുറേ പുസ്തകങ്ങളും കുറേ റെഫറൻസുകളും ആർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. ഞാൻ എക്സാമിൻ്റെ തല എന്താ ചെയ്യുക, ഇത് നേരെ ഇട്ടിട്ടുള്ള പരിപാടി. ആ ഒരു സുഖം വിട്ടുപോയ പോലെ എനിക്കൊരു തോന്നൽ ഉപ്പിൽ വന്നതിൻ്റെ ശേഷം എസ്പെഷ്യലി ആ ഒരു രസം. ഞാൻ ഇപ്പോൾ ഈ ഇങ്ങോട്ട് ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു ഫിക്ഷൻ കാണുക.
എന്നിട്ട് എനിക്കിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അത് കണ്ടിട്ട് ഞാൻ എന്നിട്ട് എടുത്തിട്ട് വല്ല പോയിട്ട് അപ്പുറത്തെ റൂം പോയിട്ട് ഫുള്ള് കുറച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു ചൈൽഡിഷ് ഫീൽ എനിക്കിങ്ങനെ ചില സെൻറ്റൻസിലൊക്കെ ഇങ്ങനെ നിന്ന് കുടുങ്ങിയിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സാധനം. അപ്പോൾ എനിക്കിങ്ങനെ ആ ഒരു മിസ്സിങ് ഉണ്ട്, ആ വായനൻ്റെ രസം വിട്ടുപോയിൻ്റെ. എനിക്കറിയില്ല കേട്ടോ ഇത്. എനിക്ക് ഫിക്ഷൻ വായിക്കുമ്പോൾ ഇത് പറഞ്ഞൊരു നനവ്, ഐ മീൻ എന്തോ രസമുള്ള സാധനം വായിക്കുന്ന പോലെ തന്നെ. പക്ഷെ അപ്പോഴും ഇപ്പോൾ സഫാൻ പറഞ്ഞില്ലേ വിഹായസിൻ്റെ വിരിമാറിൽ വായിച്ചെന്നുള്ളത്, ആ ടൈമിൽ ഞാൻ കുറേ ചിന്തിച്ചു എന്തിനാ ഇങ്ങനത്തെ പുസ്തകമൊക്കെ വായിക്കണം എന്നുള്ളത്. ഐ മീൻ പാട്ടൊന്നും എന്നെ സംബന്ധിച്ചോളം എനിക്ക് പാടാൻ കഴിവില്ല, അപ്പോൾ അത് വായിക്കേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ അങ്ങനത്തെ കുറേ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് വെറുതെ വായിക്കുന്നത്, ഇതൊക്കെയല്ല വായിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വളരുന്ന കാലഘട്ടമാണ്, അപ്പോൾ നിങ്ങൾ എന്താണ് ഒന്നുകൂടി ഫിക്ഷൻ വായിക്കണം, നിങ്ങളുടെ ഭാഷ റെഡിയാക്കണം, നിങ്ങളുടെ ഇമാജിനേഷൻ വളരണം. അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഫിക്ഷൻ വായിക്കാനൊക്കെ നിർബന്ധിച്ചു ഈ ടൈമിൽ ഫിക്ഷൻ വായിച്ചാൽ. പിന്നെ അതിൻ്റെ അപ്പുറം നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുന്നതിലും ഭയങ്കരമായിട്ട് നമ്മളെ ഫിക്ഷൻ ഹെൽപ്പ് ചെയ്യും എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. അതിൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് പലപ്പോഴായിട്ടും നമ്മളിപ്പോൾ ഫിക്ഷൻ വായിക്കണം എന്ന് പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കണം എന്ന് പറയുമ്പോൾ പോലും, ഏത് ബുക്ക് നമ്മളെ മുമ്പിൽ വരിക നമ്മൾ തീരുമാനിക്കില്ല. ഇപ്പം നമ്മൾ ആടുജീവിതം വായിച്ചില്ലേ, ആനും ആടുജീവിതം വായിച്ചു. ഇങ്ങനെ കുറച്ച് സെലക്റ്റീവ് പുസ്തകങ്ങളുണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മെയിൻ സ്ട്രീമിൽ. അപ്പം ഇങ്ങനത്തെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴായിട്ട് നമ്മളിപ്പോൾ കുട്ടികളെ കൊണ്ട് വായിക്കണം എന്നൊക്കെ നോവൽസ് എന്നൊക്കെ പറയുമ്പോഴും എല്ലാ നോവലൊന്നും വരുന്നില്ല. ബഷീർ അങ്ങനത്തെ കുറച്ച് സത്യം പറയും ഇപ്പോഴും ബഷീർ എന്തോ കറാമത്തായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ബഷീർ ഈ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഇടിച്ച് കയറി എന്നുള്ളത്. കാരണം പലപ്പോഴായിട്ടും വളരെ സെലക്റ്റീവായിട്ടുള്ള പുസ്തകങ്ങളാണ് ക്ലിക്കാവുക, അതിലും ചില സെലക്റ്റീവ് പബ്ലിക്കേഷൻസ്. അപ്പം ഇതെന്താ സെലക്റ്റീവ് പബ്ലിക്കേഷൻ്റെ പ്രോബ്ലം എന്താ, വേറെ കുറേ നല്ല എഴുത്തുകാരുണ്ടാവും, പക്ഷെ ഇവരെ എഴുത്തി ഈ ഒരു പബ്ലിക്കേഷനിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇപ്പം ഇന്നാളാണ് ട്വിറ്ററിലൊരു ത്രെഡ് ഉണ്ട്, ട്വിറ്ററിൽ ട്വീറ്റോ എന്താ പറയുക ട്വീറ്റ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷെയർ, അതായത് ഇപ്പം ഇങ്ങൾക്കൊരു എഴുത്തുകാരനാണെങ്കിൽ കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ല പബ്ലിക്കേഷൻ വേണം, PR വേണം, മീഡിയ വേണം, പരസ്യങ്ങൾ വേണം, അല്ലാതെ വർത്താനം പറയാൻ കഴിവ് വേണം. ഇങ്ങനത്തെ പല ഒരു ബുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങനെ പല പ്രോസസ്സും ഉണ്ട്. ഇതെല്ലാവർക്കും പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ വായിക്കാൻ നമ്മളടുത്ത് പലപ്പോഴും മുമ്പിലിരുന്ന പല പുസ്തകങ്ങളും അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും മറ്റു പല പുസ്തകങ്ങൾ വായിക്കാണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ വായിക്കപ്പെടുന്നതെന്നും കൂടി ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആത്മകഥകൾ എടുത്ത് നോക്ക്, വളരെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഓരോ സെൻസ് ഓഫ് വ്യൂ ഉള്ള ആത്മകഥകൾ മാത്രമാണ് പലപ്പോഴായിട്ടും നമ്മൾ എത്തിപ്പെട്ടുള്ളൂ. എത്രയോ ശരിക്കുള്ള ലൈഫ്, ഐ മീൻ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ലൈഫ് എന്നുള്ളതല്ല, നേരെ മറിച്ച് പല സത്യങ്ങളും പറയുന്ന ആത്മകഥകൾ നമ്മുടെ മുമ്പിൽ നിന്നില്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഒന്നെങ്കിൽ അതെന്തായിരിക്കില്ല വമ്പൻ പബ്ലിക്കേഷൻ, ഒന്നാമത് പിന്നെ അയാളുടെ പോപ്പുലാരിറ്റിയും കൂടി അതിൽ ഭയങ്കര. ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ഇഷ്ടമുള്ള വായിച്ച സാധനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴായിട്ടും ഇങ്ങനത്തെ പലതും മാത്രമാണ് വളരെ ലിമിറ്റഡ് റീഡിങ്ങിൽ കൂടിയായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഫൂക്കോ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് സ്കൂളൊക്കെ എന്ത് ചെയ്യുന്നത് കുട്ടികളെ, അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കുക കുട്ടികളെ വളരാൻ മാക്സിമം പൊട്ടൻഷ്യാലിറ്റിക്ക് എത്തിക്കേണ്ടിയിട്ടാണ് സ്കൂളുകളൊക്കെ ഉള്ളതെന്ന്. ഫൂക്കോയുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഇന്ന പൊട്ടൻഷ്യാലിറ്റിക്ക് എത്തിയാൽ മതി, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ടെന്നുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിൽ വളർത്തപ്പെടേണ്ടിയിട്ടാണ് ഈ സ്കൂളുകൾ, ഇങ്ങനത്തെ കുറേ സിസ്റ്റങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. വെച്ചാൽ ഇങ്ങനത്തെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ഇതൊക്കെ വായിച്ചെന്ന് പറയുമ്പോഴൊക്കെ എന്താണ് നമ്മൾ അങ്ങനെയൊന്നും വായിച്ചിട്ടില്ല, നമ്മൾ വളരെ സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ മാത്രത്തിലൂടെ കടന്നുപോയ കുറച്ച് ആൾക്കാരാണ്. ഇത് കാണുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ സാധനം ഈ സ്റ്റീരിയോടൈപ്പ് നമുക്ക് എപ്പോഴും ചില ആളുടെ പേര് കാണുമ്പോൾ അല്ലെങ്കിൽ ചില ചട്ടകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പബ്ലിഷിംഗ് ഹൗസിനെ കാണുമ്പോൾ DC ബുക്സ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ അടിപൊളി ആയിരിക്കൂലേ അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റീരിയോടൈപ്പ് ഫീൽ ചെയ്യലുണ്ടോ? എസ്പെഷ്യലി ഒന്നാമത്തെ ചട്ട, പലപ്പോഴും പറയും ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ചട്ടനെ മൊഞ്ചിഷ്ടായാൽ അത് വാങ്ങിച്ചു. സീരിയസ്ലി എനിക്ക് ചട്ട അത്രയോ ബുക്ക് വാങ്ങൂല. ഐ മീൻ നല്ല ചട്ട കണ്ടാൽ അട്രാക്ഷൻ തോന്നൂല. കളർഫുൾ മുട്ടായി കണ്ടേച്ച് വാങ്ങിക്കൂലേ, ദാറ്റ്സ് ഓൾ. കളർഫുൾ മുട്ടായി എന്ത് ചെയ്യും നമ്മൾ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കളർഫുൾ ചട്ടയൊക്കെ കണ്ട് ഞാൻ പലപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം പലപ്പോഴായിട്ട് ഇങ്ങനത്തെ പബ്ലിക്കേഷൻ ഉണ്ടാവുക നേരത്തെ ആത്മഹത്യ എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ ഫക്കീർ ചന്ദ് ബുക്ക് സ്റ്റോർ ഉണ്ട് ഇവിടെ, എല്ലാരും സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രം ഇവന് കുറച്ച് സ്വഭാവമുണ്ട്. ഞാൻ ഇവനെ കണ്ടിട്ട് ഇവന്റെ കൂടെ പോകാൻ നോക്കി. ഫക്കീർ ചന്ദ് അല്ലാത്ത ബുക്ക് സ്റ്റോർ ഉണ്ട് കേട്ടോ, പോകാൻ പറ്റിയ നല്ല ബുക്ക് സ്റ്റോറുകൾ വേറെ ഉണ്ട്. അതിൽ കുറെ എലമെന്റ്സ് ഉണ്ട്.
അപ്പോൾ ഞാൻ ഡിസൈനർ ആണെങ്കിൽ ഞാൻ ഡിസൈനിങ് എലമെന്റ് കണ്ണിലൂടെ പല സാധനത്തിനെയും കാണും. ബുക്ക് സ്റ്റോറിലെത്തിയാൽ ആ ബുക്ക് വാങ്ങുക, ബുക്ക് വായിക്കാന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടി പോകാറുണ്ട്. ആ പുസ്തകം മറിച്ച് നോക്കിയിട്ട് അതിൽ ഡിസൈനിങ് എലമെന്റ്സ് നോക്കാറുണ്ട്. എനിക്ക് അതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര ഇഷ്ടമാണ്, ലേഔട്ട് ഭയങ്കര ഇഷ്ടം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഫക്കീർ ചന്ദിനെ ഞാൻ ഒരിക്കലും ഇപ്പോൾ ഇക്ബാലിൻ്റെ ഒരു പുസ്തകം നല്ല ചട്ട, നല്ല ഞാൻ പൈസ എടുത്ത് വാങ്ങി, പക്ഷേ വായിച്ചില്ല. അതിൽ ആവശ്യമില്ല. പിന്നെ അതൊക്കെ ഒരു രസാട്ടോ, അതായത് പുസ്തകമൊക്കെ വാങ്ങുക, ഷെൽഫിൽ ഇങ്ങനെ വെക്കുക. ഫസ്റ്റ് വാങ്ങിയ ബുക്ക് എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ ബുക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു പുസ്തകം ഫ്രീ തന്നു, അതർ ബുക്സ് ഒരു പുസ്തകം ഫ്രീ തന്നു. എനിക്ക് ഭയങ്കര മെമ്മറി ആയിട്ട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുക്ക് വാങ്ങുക എന്നുള്ളത് എല്ലാ പുസ്തകം വായിക്കണമെന്നൊന്നുമില്ല, ചില പുസ്തകങ്ങൾ ഇങ്ങനെ ആ ഷെൽഫിൽ വെക്കാനുള്ളതാണ്. എന്നാ വേറെ എത്രയോ ബുക്ക് ഉണ്ടല്ലോ വാങ്ങിച്ചിട്ട് വായിക്കാണ്ട്, എത്രയോ ബുക്ക് എടുത്തുപോയ ബുക്ക് നമ്മള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ബാലൻസ് ചെയ്യണ്ട. അവസാനിപ്പിക്കല്ലേ എന്നാ? പിന്നെന്താ വായനയെ പറ്റിയിട്ട്? പിന്നെന്താ ഇപ്പോ അങ്ങനെയൊക്കെ ഇപ്പൊ വായിക്കുന്ന പുസ്തകം ഏതാ? ഇനി ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല മിൻഹാജിന്റെ പുസ്തകം. ഉണ്ടാവട്ടാ, എന്നാലും നമുക്ക് അഫിലിയേറ്റ് ലിങ്ക് ഒക്കെ കൊടുക്കാം. അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ബെന്യാമിന്റെ മാന്തളിന്റെ 20 അതാണ് അത് ഓഫീസ് എടുത്ത് കൊണ്ടുപോയി. ഇല്ല കഴിഞ്ഞില്ല, അവനെന്തിനും ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ. ഷോഫാണ് ബെന്യാമിൻ. എങ്ങനെ എന്താണ് പറയുന്നത് ബെന്യാമിന്റെ പുസ്തകങ്ങളെ കുറിച്ച്? ഇനി അതൊരു ഡിബേറ്റ് ആക്കണ്ട. അല്ല ശരിക്കും സീരിയസ്ലി ബെന്യാമിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുള്ള ഒരു വായനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പകുതിയാക്കി വെച്ച പുസ്തകം ബെന്യാമിന്റെതാ. ഓക്കെ, പക്ഷെ ആടുജീവിതൊക്കെ ഈ മക്കയിലേക്കുള്ള പാത റെഫറൻസ് ഒക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് കട്ടെടുക്കലുണ്ട്. അതിനകത്ത് കട്ടെടുക്കലിന് എന്തോ പറയൂലേ, എന്താണ് പ്ലാഗറിസം, അങ്ങനെ ഉണ്ട്. ആ സാധനമൊക്കെ അങ്ങനെ കുറച്ച് വായിച്ച് കേട്ടി. പക്ഷെ എനിക്ക് ഓവറോൾ ബെന്യാമിന്റെ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ബെന്യാമിന്റെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ എനിക്ക് ആടുജീവിതം അത്ര വലിയ വർക്കായിട്ട്, ഐ മീൻ അതിനേക്കാളും എനിക്ക് അവന്റെ ഇഷ്ടപ്പെട്ടത് മറ്റേ മഞ്ഞവെയിൽ മരണങ്ങളുണ്ട്, നല്ല രസമാണ്. ബെന്യാമി വായിച്ച് തുടങ്ങുകയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ആടുജീവിതത്തിനായിട്ടും ബെസ്റ്റ്. അല്ലെങ്കിൽ മൂപ്പര് ഇതുവരെ ഇറങ്ങി, ഞാൻ ഫുള്ള് വായിച്ചില്ല. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മഞ്ഞവെയിലാണ്. ഒറ്റ ദിവസം കൊണ്ട് ഫുള്ളിരുന്ന് വായിച്ചു, ഭയങ്കര രസമാണ്. അത്രയും എന്താ പറയാ, നമ്മളിങ്ങനെ അതിലിങ്ങനെ ആക്കി പോവും, വലയിലാക്കി പോവും, ട്രാപ്പാക്കി. വേറെ ടൈപ്പ് എന്താ വെച്ചാൽ എനിക്ക് എന്തുകൊണ്ട് ബെന്യാമിന് ഇഷ്ടമല്ല എന്നുള്ള കാരണം വെച്ചാൽ ഇഷ്ടമല്ല, ഐ മീൻ ബെന്യാമിനേക്കാൾ ബാക്കിയുള്ള എഴുത്തുകാരൻ പ്രിഫർ എന്ന് വെച്ചാൽ ചിലപ്പോൾ റോങ് ആയിരിക്കും, ഞാൻ മൊത്തം വായിച്ചിട്ടൊന്നുമില്ല ബെന്യാമിൻ്റെത്. ബെന്യാമിനെ പലപ്പോഴും ഇവന്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് നോവൽ മുന്നോട്ട് പോവുക. അവിടെ നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് സംഭവങ്ങളെ പല സ്വഭാവത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ്. ചില നോവൽസ് ഉണ്ടാവും ക്യാരക്ടേഴ്സിനെ പീക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. അതായത് നോവലിൽ വന്നു പോകുന്ന ഓരോ ക്യാരക്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൃത്യമായിട്ട് ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടർ ചെന്ന് ക്യാരക്ടറിൻ്റെ ആർക്ക് വൃത്തിയിൽ കൊണ്ട് അവസാനിക്കുന്ന കുറേ ടൈപ്പ് ഓഫ് നോവലുണ്ട്. എനിക്കൊന്ന് സുഭാഷ് ചന്ദ്രൻ, അതായത് ഓരോ ക്യാരക്ടർ എന്തായിരിക്കും ഇറ്റ്സെൽഫ് വലിയൊരു ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു രസം തോന്നുമല്ലോ, എനിക്കൊരു രസം തോന്നലുണ്ട്. അപ്പം അങ്ങനത്തെ നോവൽസ് അധികം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ എന്താ ഇപ്പം അതിന് പറയാന്നറിയില്ല, തെരുവിൻ്റെ കഥ. ഒറ്റക്കാണ് അതിൽ ഓരോരുത്തർ, ഐ മീൻ ഒന്ന് മുട്ടായി തെരുവാണ്, നമ്മൾ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തർ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൃത്യമായിട്ട് വിശദീകരിച്ച് ഓരോ ക്യാരക്ടർ ആർക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് എന്തുണ്ട് അതിൽ കൊണ്ടുവന്നുണ്ട്. ഏറ്റവും സ്ട്രൈക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു ക്യാരക്ടർ ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടാണ്. അപ്പം നമ്മളെ മനസ്സിലെന്താ, ഇവനാണ് നടൻ, ഇല്ലാതെ നടന്ന് തീരൂല. അയാളിങ്ങനെ കൊണ്ടുപോയി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ മരിച്ചു. ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് അയാളുടെ ക്യാരക്ടർ ആർക്ക്. അവിടെ സ്റ്റക്കായിപ്പോയി. ഐ മീൻ ഇയാളെല്ലാം വിശദീകരിക്കുന്നുണ്ട്, ഇയാളെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇയാൾ ഓരോ കച്ചവടം ചെയ്യുന്നുണ്ട്, ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. പല ആൾക്കാരും മരിക്കുന്നതും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മെയിൻ ക്യാരക്ടർ മാത്രം ക്യാരക്ടർ വേറെ ഓർമ്മയിട്ടില്ല, ഒറ്റ സെൻറ്റൻസ് പനി വന്നു മരിച്ചു. ഐ മീൻ അപ്പോൾ അതാണ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ മരിച്ചു എന്നുള്ളടത്ത് നമ്മൾ ഇങ്ങനെ ആയിപ്പോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബെന്യാമിനെ കുറ്റം പറയല്ല, ബട്ട് അങ്ങനെ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരുടെ പ്രിഫറൻസ്. എനിക്ക് ഒരു സാധനം പറയാനുള്ളൂ, ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫിക്ഷനിലൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുക, ഞാൻ വായിച്ചിട്ട് കുറേ കാര്യം. അല്ല എല്ലാ ഇത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സംസാരം എനിക്ക് തോന്നുന്നു ഒന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും വന്ന് നമ്മളെ വായനകൾ പലപ്പോഴും കടന്നു വന്ന്. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ കൂടുതലും അറബിയിൽ നിന്ന് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളാണ്. അപ്പം ഇത് വേറെ തന്നെ ഒരു ലോകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ പറയുന്നതിൽ പലപ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. മലയാളം ഫിക്ഷൻസ് ഞാൻ വായിച്ച് ഈ പറഞ്ഞ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ച്. ഈ ബെന്യാമിൻ്റെ പുസ്തകങ്ങൾ, ബഷീറിൻ്റെ പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ വായിച്ചൊരു വളരെ മുകളിൽ നിൽക്കുന്ന പുസ്തകങ്ങൾ. നമ്മൾ വായിക്കണം, ബിഗിനർ ലെവലിൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ. നേരെ മറിച്ച് ഈ പറഞ്ഞ ഈ നാടുകളിലൊക്കെ ഉള്ള, അറബ് നാടെന്ന് പോട്ടെ, ബാക്കിയുള്ള എല്ലാ നാടുകളിലുള്ള ഓരോ സ്റ്റോറീസ് ഇങ്ങനെ ഇതിനേക്കാളും ഡെപ്തും ചിലപ്പോൾ അതിനേക്കാളും നമുക്ക് എന്താ പറയുക
ഒരു ഒരു ആഴം തോന്നിപ്പിക്കുന്ന കഥകളുണ്ട്. അപ്പോൾ അതും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ശ്രമം ട്രാൻസ്ലേഷൻ ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളത്തിലേക്കാണെങ്കിലും. ഇനി ആ ഭാഷ വായിക്കാനും ഇപ്പോൾ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ആ ഭാഷയിൽ നമുക്ക് പക്ഷെ എനിക്ക് പറയാനുള്ളത് നല്ലോണം വായിക്കുക, ഭാഷ ഡെവലപ്പ് ചെയ്യുക, ഭാഷയാണ് കീ. പിന്നെ എനിക്ക് എൻഡിങ് ആയിട്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിൽ വളരും എങ്ങനെ പറയാൻ എനിക്കറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വായന ഇങ്ങനത്തെ ഒരു എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇത്ര വരെ ഉള്ളൂ. എനിക്ക് ഫീൽ ചെയ്ത വളരെ പേഴ്സണലാണ്. എന്താണെങ്കിലും ഇൻപുട്ട് ഇല്ലാത്തൊരു ഒരു അവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മളെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും നിലക്ക് അതിൻ്റെ ഫോർമാറ്റൊക്കെ മാറിയിരിക്കും. ചിലപ്പോൾ ഡോക്യുമെൻ്ററി ആയിരിക്കും, ഫിലിമായിരിക്കും, അല്ലെങ്കിൽ പുസ്തകമായിരിക്കും, എന്തും ആയിക്കോട്ടെ. പക്ഷേ ഇൻപുട്ട് ഇല്ലാത്തൊരു എന്താണ് ഒരു സിറ്റുവേഷൻ, ചേതന എന്താ ജീവനില്ലാത്ത ജീവനാണ്. ചേതനയറ്റ ശരീരം എന്നൊക്കെ ജീവനാണ്. ചേതനറ്റൊരു ജീവൻ പോലെ നമ്മൾ എന്തിനാ ജീവിക്കുന്ന ഒരു പർപ്പസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. എനിക്ക് ഈ പോഡ്കാസ്റ്റിലൊക്കെ വന്നതിന് ശേഷം അതൊരു അനിവാര്യതയെ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുക. അതായത് ഇതിങ്ങനെ ഇൻപുട്ട് ഇല്ലെങ്കിൽ ഒരു പോയിൻ്റൊക്കെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ വായന കുറഞ്ഞു. അതായത് നമ്മളിതിൻ്റെ ഇതിൻ്റെ ഒരു ഓപ്പറേഷണൽ ഉണ്ടല്ലോ, അത് റീൽ എഡിറ്റ്, എപ്പിസോഡ് ഷൂട്ട്, അതിൻ്റെ ക്ലൈൻറ്റ് മീറ്റിംഗ്, അത് ഇത് എന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഇൻപുട്ട് വിട്ടുപോകുമ്പോൾ നമ്മളെ എപ്പിസോഡിൽ തന്നെ നമുക്കിങ്ങനെ തോന്നി ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണല്ലോ, ഇതിന് വലിയ ഡെപ്ത് ഇല്ലല്ലോ, നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് ഓക്കെ ബാക്കിയുള്ളതിൽ ഇപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ 180p 4K ആയാലും വലിയ മെച്ചമൊന്നുമില്ല. പക്ഷെ നമ്മളെ കണ്ടന്റിനാണല്ലോ ആൾക്കാർ വന്ന് ഇരിക്കുന്നത്, കേൾക്കുന്നു. അതായത് 1-2 മണിക്കൂറൊക്കെ ആൾക്കാർ ഇരുന്ന് കേൾക്കാൻ ഓരോ സമയമാണല്ലോ, അതിന് നമ്മൾ വാല്യൂ കൊടുക്കണമല്ലോ. അതിന് വാല്യൂ കൊടുക്കണമെങ്കിൽ എന്താ, നമ്മൾ ആ ഇൻപുട്ടിൽ ലെവലിൽ നമ്മൾ അത്രയും ഇതിൽ കൊടുക്കണം. അപ്പോൾ വായിച്ചാണെങ്കിലും എന്താണെങ്കിലും പുസ്തകം വായിക്കുന്നു. ഞാൻ നമ്മള് ഒന്നാമത്തെ പ്രശ്നം ഇപ്പൊ ഒന്നുകൂടി മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇപ്പൊ ഞാനും സഫാൻ ഒന്നുകൂടിയും നമ്മളെ പറയുമ്പോഴുള്ള വായന ഉണ്ടല്ലോ, അതല്ലാതെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇപ്പൊ നമുക്ക് ബുക്ക് റിവ്യൂ നിർബന്ധമാണ്. 4 ബുക്ക് റിവ്യൂ 4 സബ്ജക്റ്റിൽ 4 പേപ്പറിൽ സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മളെ പോഡ്കാസ്റ്റിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, കുറച്ചുകൂടി എക്സ്ട്രാ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഞാൻ ചെയ്ത ബുക്ക് റിവ്യൂ എങ്ങനെയെങ്കിലും ഇതിലേക്ക് അങ്ങനെ എപ്പിസോഡിലേക്ക് പറ്റുന്നുണ്ടെങ്കിൽ. പക്ഷെ പലപ്പോഴും ഇപ്പം അടുത്ത് നമ്മൾ മീഡിയനെ കുറിച്ച്, സോഷ്യൽ മീഡിയനെ കുറിച്ചൊക്കെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങളന്ന് ഞങ്ങളന്ന് ബുക്ക് റിവ്യൂക്ക് വേണ്ടി ഞാൻ മീഡിയ കൺട്രോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം, നോം ചോംസ്കിൻ്റെ പുസ്തകം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ച് ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ നമ്മളെ വായന അക്കാദമിക്സിൽ കോഴ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ നടക്കുന്നത് കുറെ വായന കുറയുന്നുണ്ട്. പക്ഷെ ഈ തലത്തിൽ കുറെ വായന നടക്കുന്നുണ്ട്. വായനനെ കുറ്റം പറയാനും വായിക്കണമെന്നുള്ളു, എത്രയും കുറ്റം പറഞ്ഞെങ്ങനെ എന്തൊക്കെ വായിച്ചിട്ടാണല്ലോ. അല്ല വായിക്കന്നെ വേണം, അങ്ങനല്ല. ചിലത് വായിക്കാതെ ഇരിക്കുന്നതും പല സ്വഭാവത്തിലും പലതും പലരെയും വളർത്തുന്നുണ്ട്, പലരെയും തളർത്തുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ കോട്ട് വെക്കാതെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. വായിച്ചാലും ആ കോട്ട് വേണ്ട, വളർന്ന ആൾക്കാരും വേണം സമൂഹത്തിന് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇതിപ്പോ വായിക്കില്ലതായി മൊത്തത്തിൽ പറഞ്ഞു വന്നപ്പോ ഇനി ആരും വായിക്കൂല. സാംസ്കാരിക കേരളം ഇനി വായിക്കണ്ട. സാംസ്കാരിക കേരളത്തിലെ 4 ആൾക്കാർ